everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, യോ ബയോളജി ടീച്ചർ. അപ്പം നമ്മൾ ഇന്ന് എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനേഷനുള്ള സിലബസിലെ എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, suggest the correct scientific term for the following. Algal partner in lichen. So lichen എന്ന് പറയുന്നത് എന്താണ്? It is a symbiotic association of algae and fungi അല്ലെ. സോ ആൽഗയ്ക്കും ഫംഗൈക്കും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷനെയാണ്, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈക്കൻസ് എന്ന് പറയുന്നത് അല്ലെ. ഈ ലൈക്കൻസിൽ ആൽഗൽ പാർട്ട്ണറിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ്, ആൽഗെ എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തറ്റിക് അല്ലെ. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ വിളിക്കും? ഫൈക്കോബയോണ്ട് എന്ന് വിളിക്കും, ഫൈക്കോബയോണ്ട് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഫംഗൈനെ എന്താ വിളിക്കുക? ഫംഗൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്കോബയോണ്ട്. ഓക്കെ, മൈക്കോബയോണ്ട് എന്ന് വിളിക്കും. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഫൈക്കോബയോണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ബേസ്ഡ് ഓൺ ദി റിലേഷൻഷിപ്പ് ഫിൽ ദ ബ്ലാങ്ക്സ്. ഓക്കെ, യൂഗ്ലീന പ്രൊട്ടിസ്റ്റ മൈക്കോപ്ലാസ്മ എന്താണ്? ഓക്കെ, ഈ ചോദ്യം എന്താണ് നോക്കിക്കേ, ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിക്കേ. യൂഗ്ലീന എന്ന് പറയുന്നത് എക്സാമ്പിൾ, ഏതിന്റെ എക്സാമ്പിൾ? പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡമിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കിങ്ഡം ഏതാണ്? മൈക്കോപ്ലാസ്മയുടെ കിങ്ഡം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് ഒന്ന് പെട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സോ മൈക്കോപ്ലാസ്മന്റെ കൂടെ തന്നെ വരുന്ന ബാക്കിയുള്ളവരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സൈനോ ബാക്ടീരിയ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട് അല്ലെ. സോ ആർക്കി ബാക്ടീരിയ ഉണ്ട്. സോ ഇതെല്ലാം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഏത് കിങ്ഡമിലാണ് വരുന്നത്? ദാറ്റ് ഈസ് മൊനേര അല്ലെ. മൊനേര എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് നമുക്ക് ഈ ഒരു മൈക്കോപ്ലാസ്മയെ കാണാൻ പറ്റുന്നത്. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Diatoms, the chief producers in the ocean, are useful to us even after their death. Evaluate this statement. So, എന്താണിത്? See, ഡയറ്റംസ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്, അത് യൂസ്ഫുൾ ടു അസ്, നമുക്ക് യൂസ്ഫുൾ ആണ് അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷവും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സി ഡയറ്റംസിന്റെ സെൽ വാൾ അല്ലെ, ഡയറ്റംസിന്റെ സെൽ വാൾ ഫോം ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, എന്താണ്? സിലിക്ക അല്ലെ. സിലിക്കനെ പെട്ടെന്നൊന്നും നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല അല്ലെ, പെട്ടെന്ന് ഡീക്കെയോ അല്ലെങ്കിൽ ഡിസ്ട്രോയോ ആവില്ല. അപ്പൊ അതെന്താവും? സെൽ വാൾ. ഈവൻ ദോ ഇതിനകത്ത് ഈ സെൽ വാളിനകത്ത് ഉള്ള ആ ഒരു ജീവി, ഡയറ്റം എന്ന് പറയുന്ന ഒരു ജീവി മരിച്ചു പോവുകയാണ്, ചത്തു പോവുകയാണെങ്കിലും ആ ഒരു സെൽ വാൾ, സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സെൽ വാൾ, സോപ്പ് ബോക്സ് പോലെയുള്ള ആ ഒരു സെൽ വാൾ അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അത് എന്താവും? ഒരു ഡയറ്റം അത് ചത്തുപോയതിനു ശേഷം ഈ ഒരു സെൽ വാൾ എന്താവുന്നുണ്ട്? താഴ്ഭാഗത്ത്, സീയുടെ ലാസ്റ്റ് ആ ഒരു സർഫേസിൽ, ഓക്കെ, സോ ആ ഒരു സർഫേസിൽ സീന്റെ താഴ്ഭാഗത്തിൽ പോയിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടുകയാണ്. അങ്ങനെ ഒരു തിക്ക് ലെയർ ഫോം ആവുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഡയറ്റമേഷ്യസ് എർത്തിനെ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഓയിലും സിറപ്പിനൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടും പോളിഷിംഗ് ഏജന്റ് ആയിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Observe the following relationship between the first pair and fill up the blanks using appropriate term. So, thermoacidophils extreme heat, halophils എന്താണ്? യെസ്, ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ, തെർമോ അസിഡോഫിൽസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഹീറ്റിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ആർക്കി ബാക്ടീരിയയാണ് അല്ലെ, ആർക്കി ബാക്ടീരിയയാണ്. യെസ്. ഓക്കെ, അപ്പൊ ഹാലോഫിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഹാലോഫിൽസ്. സി, ആർക്കി ബാക്ടീരിയയിൽ 3 ടൈപ്പ് ഉണ്ട് അല്ലെ, 3 ടൈപ്പിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ആർക്കി ബാക്ടീരിയ ആദ്യത്തേത് തെർമോസിഡോഫിൽസ്, രണ്ടാമത്തേത് ഹാലോഫിൽസ് ആൻഡ് മൂന്നാമത്തേത് മെത്തനോജൻ. ഏതാണ്? മെത്തനോജൻ, റൈറ്റ്? ഓക്കെ, സോ തെർമോസിഡോഫിൽസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഹീറ്റിൽ ജീവിക്കാൻ കഴിവുള്ള ബാക്ടീരിയയാണ്. അതുപോലെ തന്നെ ഹാലോഫിൽസ് എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? എക്സ്ട്രീം സോൾട്ട് ഏരിയയില്. എവിടെയാണ്? എക്സ്ട്രീം സോൾട്ടി ഏരിയയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും, ഈ ഒരു ബാക്ടീരിയയെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മെത്തനോജൻ എന്ന് പറയുന്ന ബാക്ടീരിയ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? മാർഷി ഏരിയ, അതായത് വളരെ ചളി പിടിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു ബാക്ടീരിയയെ കാണാൻ പറ്റും. ഓക്കെ, മാർഷി ഏരിയയിൽ നമുക്ക് മെത്തനോജനെ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
Okay, observe the relationship between the first pair and fill up the blanks using appropriate term. Okay, Carolus Linnaeus two kingdom classification. Okay, Carolus Linnaeus എന്ന് പറയുന്ന സയന്റിസ്റ്റ് two kingdom classification explain ചെയ്തു. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്ത ആളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ ഇവിടെ എന്താണ് എഴുതേണ്ടത്? ദാറ്റ് ഈസ് 5 കിങ്ഡം. ഏതൊക്കെയാണ് ആ 5 കിങ്ഡം എന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഏതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഏതൊക്കെയായിരുന്നു? മൊനേറ പ്രൊട്ടിസ്റ്റ, നെക്സ്റ്റ് മൈക്കോട്ട, പ്ലാന്റ്, അനിമലിയ അല്ലെ. സോ ദീസ് ആർ ദി 5 കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെ. ആ ക്ലാസിഫിക്കേഷനെ പ്രപ്പോസ് ചെയ്ത ആളാണ് RH വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. റൈറ്റ്. ഓക്കെ, സോ ഈ ഒരു ബ്ലാങ്കിലേക്ക് നമ്മൾ എന്താണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Observe the relationship between the first pair and fill up the blanks using appropriate term. Okay, bacillus bacteria, rod shape. Okay, so shape basis il nammal bacteria ne 4 types ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരെണ്ണമാണ് ബാസിലസ് എന്ന് പറയുന്നത്. ബാസിലസ് റോഡ് ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ, കോക്കസ് എന്ന് പറയുന്നതിന്റെ കോക്കസ് ബാക്ടീരിയയുടെ ഷേപ്പ് ഏതാണ് ഷേപ്പ്? യെസ്, സോ ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കോക്കസ് എന്ന് വിളിക്കും. സോ ദിസ് ഈസ് സ്പെറിക്കൽ ഷേപ്പ് അല്ലെ. ഇനി രണ്ടെണ്ണം ഉണ്ടല്ലോ, അതൊന്ന് പറയുവോ? യെസ്, സോ ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ആൻസർ? സ്പെറിക്കൽ ഷേപ്പ്. റൈറ്റ്, സ്പെറിക്കൽ ഷേപ്പ്. അത് കഴിഞ്ഞ് വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലോ, ഒന്ന് പെട്ടെന്ന് പറയുമോ? ഏതത്? വിബ്രിയോ, അതുകൂടാതെ സ്പിരുല അല്ലെ. സോ വിബ്രിയോ എന്ന് പറയുന്നത് കോമ ഷേപ്പിലും അതുപോലെ തന്നെ സ്പിരുല എന്ന് പറയുന്നത് സ്പ്രിംഗ് ഷേപ്പിലുമാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? സ്പെറിക്കൽ ഷേപ്പ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Observe the relationship between the first pair and fill up the blanks using appropriate term. Mushroom, agaricus. ബ്രെഡ് മോൾഡിന്റെ കോമൺ നെയിം, അതായത് ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത് ഒരു കോമൺ നെയിം ആണ്. അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, മഷ്റൂം എന്ന് പറയുന്നത് കോമൺ നെയിം ആണ്. അതിന്റെ ശരിക്കുള്ള പേര്, അതായത് സയന്റിഫിക് ടേം എന്താണ്? അഗാരിക്കസ്. സോ അതുപോലെ തന്നെ ബ്രെഡ് മോൾഡ് സയന്റിഫിക് ടേം എന്താണ്? സോ ബ്രെഡ് മോൾഡ് ഏതാണത്? ദാറ്റ് ഈസ് റൈസോപ്പസ് എന്ന് പറയുന്ന ഫംഗൈ. ഓക്കെ, ഏതാണ്? റൈസോപ്പസ് എന്ന് പറയുന്ന ഫംഗൈ ആണ് ബ്രെഡ് മോൾഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Observe the relationship between the first pair and fill up the blanks using appropriate term. Trypanosoma, flagellated protozoan. ഓക്കെ, അതുപോലെ തന്നെ പാരമീസിയം ഏതാണ്? ഓക്കെ, സോ പ്രോട്ടോസോവനിൽ നമുക്ക് ഏതൊക്കെയാണ് കാണാൻ പറ്റുക? അമീബോയിഡ് കാണാൻ പറ്റും, ഫ്ലജുലേറ്റഡ് കാണാൻ പറ്റും, സീലിയേറ്റഡ് കാണാൻ പറ്റും, അതുപോലെ തന്നെ സ്പോറോസോവ കാണാൻ പറ്റും. ഇങ്ങനെ 4 ടൈപ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. സോ പ്രോട്ടോസോവ എന്ന് പറയുന്ന പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡമിലെ പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രോട്ടോസോവനിൽ 4 ടൈപ്പാണ് കാണാൻ പറ്റുക. അതിൽ ഫ്ലജുലേറ്റഡ് ഉണ്ട്, സീലിയേറ്റഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമീബോയിഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോറോസോവൻസ് ഉണ്ട് അല്ലെ. ബേസ്ഡ് ഓൺ ദി ലോക്കോമോട്ടറി ഓർഗൻ നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ട്രൈപ്പനോസോമയ്ക്ക് ഫ്ലജുല ഉണ്ട്, അതുകൊണ്ട് ഇത് ഫ്ലജുലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. പാരമീസിയമിന് പാരമീസിയം ഒന്ന് നോക്കിക്കേ, ആ ഒരു ഡയഗ്രാം നോക്കിക്കേ, എങ്ങനെയാണുള്ളത്? ഇതുപോലെ ഒരുപാട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ദിസ് ഈസ് കോൾഡ് സീലിയ. എന്തെന്ന് വിളിക്കാം? സീലിയ. സോ ഈ ഒരു പ്രോട്ടോസോവനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. എന്തെന്ന് വിളിക്കാം? സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് വിളിക്കാം. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Lichen association with fungi and algae. Okay, lichen എന്ന് പറയുന്നത് association with fungi and algae. So dash association of fungi with roots of higher plants. ഫംഗയും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അസോസിയേഷന് നമ്മൾ എന്തെന്ന് വിളിക്കും? സോ എന്തെന്ന് വിളിക്കും? ഫംഗൈ എന്ന് പറയുമ്പോൾ മൈക്കോ അല്ലെ. ഫംഗൈ എന്ന് പറയുമ്പോൾ മൈക്കോ ആണ്. റൂട്ട്സ് എന്ന് പറയുമ്പോൾ റൈസ അല്ലെ. സോ മൈക്കോറൈസ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്, മൈക്കോറൈസ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name one word for the following. Virus that attack bacteria. So വൈറസ്, ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ട്. ആ വൈറസിന്റെ പേരെന്താണ്? യെസ്, സോ ബാക്ടീരിയനെ കഴിക്കുന്ന അല്ലെങ്കിൽ ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യുന്ന ആ ഒരു വൈറസിന്റെ പേരെന്താണ്? ഏതാണ്? ബാക്ടീരിയോഫേജ്. ഓക്കെ, ബാക്ടീരിയോഫേജ്. ഫേജ് എന്ന് പറയുമ്പോൾ കഴിക്കൽ. ഓക്കെ, ബാക്ടീരിയനെ കഴിക്കുന്ന വൈറസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബാക്ടീരിയോഫേജ്. ഓക്കെ, നെക്സ്റ്റ്
the class of fungi known as imperfect fungi. Okay, so ഒരു ക്ലാസ്, അതായത് ഫംഗൈയിൽ ഫൈക്കോമൈസിഡ്സ്, ബെസിഡിയോമൈസിഡ്സ്, ആസ്കോമൈസിഡ്സ് ആൻഡ് ജിറ്ററോമൈസിഡ്സ് എന്ന് പറഞ്ഞ 4 ടൈപ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതിൽ ഒരു ക്ലാസ്സിനെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കും. ബിക്കോസ് ഇതില് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ കാണാൻ പറ്റില്ല. ഓക്കെ, സോ ബാക്കി എല്ലാത്തിലും നമുക്ക് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ, ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്ന ഒരു ക്ലാസ്സിൽ ഓക്കെ നമുക്ക് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ കാണാൻ പറ്റില്ല. അത് ഏതാണ്? ഓക്കെ, സോ ഫൈക്കോമൈസിഡ്സ്, ബെസിഡിയോമൈസിഡ്സ്, അതുപോലെ തന്നെ ആസ്കോമൈസിഡ്സ്, ഇത് 3 നമുക്ക് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ കാണാൻ പറ്റും. പക്ഷേ ജിറ്ററോമൈസിഡ്സിൽ മാത്രം നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? സെക്ഷുവൽ റിപ്രൊഡക്ഷൻ കാണാൻ പറ്റില്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ്, എന്തെന്ന് വിളിക്കും അതിനെ? ഇംപെർഫെക്റ്റ് ഫംഗൈ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെയിം വൈറസ് ദാറ്റ് മീൻസ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ് വാസ് ഗിവൻ ബൈ. സോ ആരാണ് വൈറസ് എന്ന് പറയുന്ന നെയിം കൊടുത്തത്? വൈറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെനം എന്നാണ് മീനിങ്. ഓക്കെ, അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ് പേര്. ഓക്കെ, പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ് അതിന്റെ മീനിങ്. സോ ആരാണ് ഈ ഒരു പേര് കൊടുത്തത്? ആരാണ്? ഡിമിട്രി ഇവനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ആരാണ്? ഡിമിട്രി ഇവനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് വൈറസ് എന്ന് പറയുന്ന ഒരു പേര് വൈറസിന് കൊടുത്തത്. ഓക്കെ, യെസ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ കിങ്ഡം ബേസ്ഡ് ഓൺ ക്ലൂസ് ഗിവൻ ബിലോ. ഓക്കെ, സോ ഒരു ക്ലൂ തന്നിട്ടുണ്ട് നമുക്ക്. ആ ക്ലൂ നോക്കിയിട്ട് നമ്മൾ അത് ഏത് കിങ്ഡമിലെ ആളാണ്, ഓക്കെ, ഏത് കിങ്ഡമിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Their cell wall is made up of chitin. So chitin കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സെൽ വാൾ ഉള്ള കിങ്ഡം ഏതാണ്? ദാറ്റ് ഈസ് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഓക്കെ, ഏതാണത്? മൈക്കോട്ട അല്ലെങ്കിൽ ഫംഗൈ അല്ലെങ്കിൽ മൈക്കോട്ടയിൽ നമ്മൾ എന്തെന്ന് പറയും? സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് chitin. Okay, so bacteria അല്ലെങ്കിൽ monera ഗ്രൂപ്പ് ആണെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇസ് ദ ആൻസർ. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് സെൽ വാൾ. ഓക്കെ, അടുത്തത് നമ്മൾ പ്ലാന്റിലൊക്കെ നോക്കുകയാണെങ്കിൽ സെല്ലുലോസ്. ഓക്കെ, സോ അനിമലിൽ നോക്കുകയാണെങ്കിൽ there is no cell wall at all അല്ലെ. അതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓർഗാനിസംസിൽ സെൽ വാൾ ഇല്ല. ഉള്ളതിലാണെങ്കിലോ വേറെ വേറെ രീതിയിലുള്ള, അതായത് സിലിക്ക അങ്ങനെയുള്ള വേറെ വേറെ സ്ട്രക്ചർ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. ഓക്കെ, അപ്പോൾ കൈറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സെൽ വാൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതിലാണ്? ഫംഗൈ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. Observe the figure given below and identify blue green algae. ഈ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗ ഏതാണ്? സോ ഇവിടെ ഒന്ന് നോക്കിക്കേ. ഈ ബ്ലൂ ഗ്രീൻ ആൽഗ അല്ലെങ്കിൽ സൈനോബാക്ടീരിയ എങ്ങനെയാണുള്ളത്? ഒന്നിന്റെ മുകളിൽ ഇങ്ങനെ ഫിലമെന്റസ് പോലെ ഇങ്ങനെ അറേഞ്ച് ആയിട്ടുണ്ട് അല്ലെ. ആൻഡ് അതിന് ചുറ്റും നിങ്ങൾ കാണുന്നുണ്ട് ഒരു ജിലാറ്റിനസ് മെംബ്രെയിനും കൂടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒരു ജിലാറ്റിനസ് മെംബ്രെയിനും കാണാൻ പറ്റുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ ഒന്ന് നോക്കിക്കേ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. നൈട്രോജൻ ഫിക്സിങ് സൈനോബാക്ടീരിയ എന്ന് വിളിക്കും ഇതിനെ അല്ലെ. ഈ നൈട്രോജൻ ഫിക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ സെല്ലുണ്ട്. ആ സെല്ലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറഞ്ഞേ, ഏതാണിത്? ദിസ് ഈസ് ഒന്നില്ല അനബിന അല്ലെങ്കിൽ നോസ്റ്റോക്ക്. ഓക്കെ, സോ നോസ്റ്റോക്ക് എന്ന് പറയാ അല്ലെങ്കിൽ അനബിന എന്ന് പറയാം. ഓക്കെ, സോ 2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. യെസ്. Next, in Anabina, specialized cell called dash helps in nitrogen fixation. So, ഒരു പ്രത്യേക സെല്ലുണ്ട്. ആ സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്? നൈട്രോജൻ ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രോജൻ N2 ആയിട്ടാണുള്ളത്. ആ നൈട്രോജനെ നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ശ്വസിച്ചിട്ടോ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ നൈട്രോജനെ വേറെ ഏതെങ്കിലും രീതിയിൽ മോഡിഫൈ ആയിരിക്കുന്ന ആ ഒരു നൈട്രോജനാണ് നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ പ്ലാന്റിന്റെ ബോഡിയിലേക്ക്, ഓക്കെ, നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ പ്ലാന്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ പ്ലാന്റിന്റെ ബോഡിയിലേക്ക് നൈട്രോജൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഇൻഡയറക്ട്ലി നമ്മുടെ ബോഡിയിലേക്കും എത്തും അല്ലെ. അപ്പൊ ആ പ്ലാന്റിന്റെ ബോഡിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എത്തുന്നത്? ഈ സൈനോബാക്ടീരിയ ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ സൈനോബാക്ടീരിയ എന്ത് ചെയ്യും? ഈ N2നെ കൺവേർട്ട് ചെയ്തിട്ട് നൈട്രസ് ഓക്സൈഡ് ആയിട്ടോ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അതിനെ മാറ്റും. അതിനെ മാറ്റിയതിനു ശേഷം എന്താക്കും? ഇത് ഡയറക്റ്റ് ആയിട്ട് ന്യൂട്രിയൻസിനെ പോലെ എൻ്റർ ആകും.
ഓക്കെ, സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? നൈട്രോജൻ ഫിക്സേഷൻ എന്ന് വിളിക്കും. അങ്ങനെ നൈട്രോജൻ ഫിക്സേഷൻ ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുണ്ട്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. എന്തെന്ന് വിളിക്കും? ഹെറ്ററോസിസ്റ്റ് എന്ന് വിളിക്കും. യെസ്. ഡാഷ് ആർ ദി സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. ഏതാണ് സ്മോളസ്റ്റ് ലിവിങ്സ്? ഏതാണത്? യെസ്, സ്മോളസ്റ്റ് ലിവിങ് സെൽ. അത് 0.3 മൈക്രോമീറ്റർ മാത്രമേ അതിന്റെ സൈസ് ഉള്ളൂ. അത്രയ്ക്ക് ചെറിയ സെല്ലാണ്. അത് ഏതാണ്? വിച്ച് ഇസ് ദാറ്റ്? ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. ഏതാണ്? മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ആ ഒരു ഓർഗാനിസം ആണ്. മൊണേറ എന്ന് പറയുന്ന കിങ്ഡമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെല്ലാണ്, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ആണ്. ഈ ഓർഗാനിസമിൽ സെൽ വാൾ ഉണ്ടാവില്ല. ഓക്കെ, വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, സെൽ വാൾ ഉണ്ടാവില്ല. വിത്തൗട്ട് ഓക്സിജൻ ഇറ്റ് ക്യാൻ സർവൈവ്, അല്ലെ? വിത്തൗട്ട് ഓക്സിജൻ ഇറ്റ് ക്യാൻ സർവൈവ്. സോ ഈ രണ്ട് കാര്യം ഈ ഒരു പ്ലാന്റില് ഓക്കെ സർവൈവ്. സോ ഈ ഒരു കാര്യം ഈ ഒരു ഓർഗാനിസമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, സെൽ വാൾ, നോ സെൽ വാൾ, വിത്തൗട്ട് ഓക്സിജൻ, ദിസ് ക്യാൻ ലിവ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്ലജല്ലാറ്റഡ് പ്രോട്ടോസോവൻ. ഫ്ലജല്ലാറ്റഡ് പ്രോട്ടോസോവന്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഫ്ലജല്ല ഉള്ള ഒരു എക്സാമ്പിൾ ഏത് പറയാം? സി, നമുക്ക് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന ഒരു അസുഖം തരുന്ന ഒരു പ്രോട്ടോസോവൻ ഉണ്ട്. ആ പ്രോട്ടോസോവന്റെ പേരെന്താണ്? സ്ലീപ്പിംഗ് സിക്നസ് തരുന്ന ഒരു പ്രോട്ടോസോവൻ. ഏതാണത്? ദാറ്റ് ഈസ് ട്രൈപ്പനോസോമ. ഏതാണ്? ട്രൈപ്പനോസോമ എന്ന് പറയുന്ന ഫ്ലജല്ലാറ്റഡ് പ്രോട്ടോസോവൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the agent which causes bovine spongiform encephalopathy. Okay, അല്ലെങ്കിൽ mad cow disease. So ഏത് ഏജന്റ് ആണ് ബോവിൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പത്തി എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കുന്നത്? ആരാണ്? ഏത് പാത്തോജൻ ആണത്? സി, നമുക്ക് ബാക്ടീരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോസോവൻസ്, ഡിസീസ് കോസിങ് ഓർഗാനിസം ആണ് ഇതൊക്കെ. ഓക്കെ, സോ പാത്തോജൻസ് ഏതൊക്കെയാണ്? ഒന്ന്, മൊണേറ ഗ്രൂപ്പിൽ വരുന്ന ഏത് ഓർഗാനിസമും നമുക്ക് ഡിസീസിനെ കൊണ്ടു തരാൻ പറ്റും. അതുപോലെ തന്നെ പ്രോട്ടോസോവൻസ് തരും. ഓക്കെ, സോ അതുപോലെ തന്നെ നിമാറ്റോഡ്സ് ഉണ്ട്, അല്ലെ? സോ അത് കൂടാതെ വൈറസ്, വൈറോയിഡ്, പ്രയോൺസ്, അല്ലെ? സോ ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഏജൻസ് ഉണ്ട്. ഇതിൽ ഏത് ഏജന്റ് ആണ് ബോവിൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പത്തി അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസിനെ ഉണ്ടാക്കുന്നത്? സോ ദാറ്റ് ഈസ് പ്രയോൺസ്. ഓക്കെ, സോ ആരാണ്? പ്രിയോൺസ് എന്ന് പറയുന്ന ഓർഗാനിസംസ്. ഓക്കെ, പ്രിയോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹൈലി കോയിൽഡ്, അബ്നോർമലി കോയിൽഡ് പ്രോട്ടീൻ. ഓക്കെ, അബ്നോർമലി കോയിൽഡ് പ്രോട്ടീനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രിയോൺസ് എന്ന് വിളിക്കും. സോ ആ പ്രിയോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ബോവിൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പത്തി എന്ന് പറയുന്ന ഒരു ഡിസീസിനെ ഉണ്ടാക്കുന്നത്. Next, dash produces biogas from dung of ruminant animal. So ruminant animal ബയോഗ്യാസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്താ കൗ ഡങ്ങിൽ ബയോഗ്യാസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ടാവും. സോ ആ ഒരു ബാക്ടീരിയ ഏതാണ്? ദാറ്റ് ഈസ് മെത്തനോജൻസ്. ഓക്കെ, സോ മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മീത്തേൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മീത്തേൻ ഗ്യാസ് ആണ് ബയോഗ്യാസിലെ ഏറ്റവും വലിയ ആള്, അല്ലെ? സോ തിളങ്ങി നിൽക്കുന്ന ആളാരാണ്? ദാറ്റ് ഈസ് മീത്തേൻ. സോ ആ മീത്തേനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ബാക്ടീരിയ വേണം? മെത്തനോജൻ എന്ന് പറയുന്ന ബാക്ടീരിയ വേണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Archaebacteria which can survive in hot spring are called. ഹോട്ട് സ്പ്രിങ്ങിൽ, അതായത് ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുമ്പോൾ പോലും ജീവിക്കാൻ കഴിവുള്ള ആർക്കിബാക്ടീരിയയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് തെർമോ അസിഡോഫിൽസ്. എന്തെന്ന് വിളിക്കും? തെർമോ അസിഡോഫിൽസ് എന്ന് വിളിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഇൻ ഫംഗൈ. സോ ഈ ഫംഗയിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് സെൽസ് കാണാൻ പറ്റും. സോ ഈ സെൽസിനെ ഇങ്ങനെയുള്ള ഫിലമെന്റസ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ആയിരിക്കുന്ന സെൽസിനെ നമ്മൾ ഹൈഫേ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഹൈഫേ എന്ന് വിളിക്കും. ഈ ഹൈഫേ ബ്രാഞ്ച്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ അൺബ്രാഞ്ച്ഡ് ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു സെപ്റ്റ ഇല്ലാതെയും ഇരിക്കാം, കുറേ സെൽസ് ഒരുമിച്ച് ഇങ്ങനെ സെപ്റ്റ ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നത് വേണമെങ്കിലും ഉണ്ടാവാം. അതിനെ നമുക്ക് സീനോസൈറ്റിക് എന്ന് വിളിക്കാം. ഓക്കെ, ഇതുപോലുള്ള ഹൈഫേ ഒന്നിനൊന്ന് ഇങ്ങനെയും അറേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഹൈഫേസ് അറേഞ്ച് ആയിട്ട് ആൾമോസ്റ്റ് ഒരു നെറ്റ്വർക്കിനെ പോലെ നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് മൈസീലിയം. എന്തെന്ന് വിളിക്കാം? മൈസീലിയം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
എയ്ഡ്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഓർ കോസ്ഡ് ബൈ. സോ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖം എന്താണ്? എയ്ഡ്സ് എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി സിൻഡ്രോം അല്ലെ. അക്വയർഡ് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി സിൻഡ്രോമിനെ ഹ്യൂമൻസിലേക്ക് കോസ് ചെയ്യുന്ന വൈറസിന്റെ പേരെന്താണ്? യെസ്, ദാറ്റ് ഈസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി വൈറസ് അല്ലെ. സോ HIV വൈറസ്, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Name the unicellular fungus caused for making bread. So ബ്രെഡിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പഫിനെസ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു യൂണിസെല്ലുലാർ ഫംഗൈനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ നമ്മൾ ഇങ്ങനെ സ്പോഞ്ച് പോലെ ആവാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു ബ്രെഡോ ബണ്ണോ ഒക്കെ നല്ല സ്പോഞ്ച് പോലെ ആകാൻ വേണ്ടിയിട്ട് അതുകൂടാതെ നമ്മുടെ വൈനൊക്കെ ഇല്ലേ അല്ലെ. സോ വൈനെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു യൂണിസെല്ലുലാർ ഫംഗൈനെ യൂസ് ചെയ്യാറുണ്ട്. ആ യൂണിസെല്ലുലാർ ഫംഗൈ ഏതാണ്? സോ ദാറ്റ് ഈസ് സക്കറോമൈസസ് സർവേസിയ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈസ്റ്റ് അല്ലെങ്കിൽ സക്കറോമൈസസ് സർവേസിയ ഇസ് ദി ആൻസർ. നെക്സ്റ്റ്, അബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. ഓക്കെ, സോ മൊനേറ പ്രോകാരിയോട്ടിക് ആണ്. പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, മൊനേറ എന്ന് പറയുമ്പോൾ ആ മൊനേറ സെല്ലില് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഇങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ കാണാൻ പറ്റും, അതുപോലെ തന്നെ റൈബോസോംസ് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ദർ ഇസ് നോ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രോകാരിയോട്ടിക് എന്ന് വിളിക്കും അല്ലെ. സോ പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അല്ല, അതായത് ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ദി സൈറ്റോപ്ലാസം. ഓക്കെ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രോകാരിയോട്ടിക് എന്ന് വിളിക്കും. അതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റയിൽ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ അമീബ. ഓക്കെ, സോ ഈ അമീബയിൽ ഇതുപോലെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. സോ ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ് അല്ലെ. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അതായത് ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലാണിത്. സോ ദിസ് ഈസ് കോൾഡ് യൂകാരിയോട്ടിക്. എന്തെന്ന് വിളിക്കും? യൂകാരിയോട്സ് അല്ലെങ്കിൽ യൂകാരിയോട്ടിക് ഓർഗാനിസം എന്ന് വിളിക്കും. യെസ്, നെക്സ്റ്റ് വൺ. The photosynthetic thalloid gametophyte of pteridophyte is called. So Gemma, Prothallus, Protonema, Capsule. So ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് gametophyte of pteridophyte is. ഓക്കെ, gametophyte of pteridophyte is. സോ ഗെമ്മ ആണോ, പ്രോതാലസ് ആണോ, പ്രോട്ടോനീമ ആണോ, ക്യാപ്സ്യൂൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗെമ്മ, പ്രോട്ടോനിമ, ക്യാപ്സ്യൂൾ, ഇത് മൂന്നും നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രയോഫൈറ്റയിലാണ്. ഏതിലാണ്? ബ്രയോഫൈറ്റ. ഓക്കെ, സോ പ്രോതാലസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഏതിൽ കാണാൻ പറ്റുന്നുള്ളൂ? ടെറിഡോഫൈറ്റയിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, സോ പ്രോതാലസ് ഇസ് ദി റൈറ്റ് ആൻസർ. സോ ഗെമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് ഈസ് പ്രോതാലസ്. ഓക്കെ, സോ ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ, ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചർ. സോ ഈ ഗെമറ്റോഫൈറ്റിന്റെ മുകളിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? സ്പോറോഫൈറ്റിനെ കാണാൻ പറ്റുക. ഓക്കെ, yes. So next one, reserve food of Rhodophyceae is. So Rhodophyceae എന്ന് പറയുന്നത് റെഡ് ആൽഗയാണ്. ഓക്കെ, റെഡ് ആൽഗെ. ഈ റെഡ് ആൽഗയില് റെഡ് ആൽഗയിലുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽ ഏതാണ്? റിസർവ് ഫുഡ് മെറ്റീരിയൽ? യെസ്, സോ ഏതാണ്? ദാറ്റ് ഈസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഏതാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇൻ കേസ് എന്താ നമ്മുടെ ഗ്രീൻ ആൽഗ ആണെങ്കിൽ, ഓക്കെ, സോ ഗ്രീൻ ആൽഗ ആണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതാണ്? സ്റ്റാർച്ച്. ഓക്കെ, സോ അടുത്തത് ഏതാണ്? ദാറ്റ് ഈസ് ബ്രൗൺ ആൽഗ അല്ലെ. സോ ബ്രൗൺ ആൽഗ ആണെങ്കിൽ ബ്രൗൺ ആൽഗയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലാമിനെറിൻ, ലാമിനെറിൻ അല്ലെങ്കിൽ മാനിറ്റോൾ. ഓക്കെ, മാനിറ്റോൾ എന്ന് പറയുന്ന ഒരു റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ്. പക്ഷെ റോഡോഫൈസിയയിൽ ഏതാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അബ്സർവ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഓക്കെ, കൊറലോയിഡ് റൂട്ട്, അസോസിയേഷൻ ഓഫ് റൂട്ട് വിത്ത് നൈട്രോജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയ. സോ എക്സാമ്പിൾ നമുക്ക് സൈക്കസ് കാണാൻ പറ്റും അല്ലെ. സൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ വേരില് നമുക്ക് ചെറിയ നൊഡ്യൂൾസ് കാണാൻ പറ്റും. അവിടെ ആക്ച്വലി ഉള്ളത് ആരാണ്? നൈട്രോജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയ ആണ്. സോ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോറലോയിഡ് റൂട്ട്. അതുപോലെ തന്നെ അസോസിയേഷൻ ഓഫ് റൂട്ട് വിത്ത് ഫംഗൈ. റൂട്ടും ഫംഗൈ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും. ചില ലെഗ്യുമിനേസി പ്ലാന്റിലൊക്കെ നൈട്രോജൻ ഫിക്സിംഗ് ഫംഗയും അതുപോലെ തന്നെ റൂട്ടും ഒരുമിച്ച് ഒരു സിംബയോട്ടിക് അസോസിയേഷനിൽ ജീവിക്കുന്നുണ്ട്. ആ ഒരു അസോസിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസെ. ഓക്കെ, എന്തെന്ന് വിളിക്കും? മൈക്കോറൈസെ എന്ന് വിളിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ദ ബ്ലാങ്ക്സ്. ഓക്കെ, സോ ഡാഷ്
സോ ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? കോമൺ നെയിം ഗ്രീൻ ആൽഗയാണ്. അപ്പൊ ആ ക്ലാസിന്റെ പേര് എന്താണ്? സോ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഗ്രീൻ ആൽഗ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ക്ലോറോഫൈസിയെ അല്ലെ, ക്ലോറോഫൈസിയെ. യെസ്. സോ റെഡ് ആൽഗയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഏതാണ്? റിസർവ് ഫുഡ് മെറ്റീരിയൽ ഈസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഏതാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. യെസ്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ഫുഡ് ഇൻ ഫിയോഫൈസിയെ. സോ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, മാനിറ്റോൾ സ്റ്റാർച്ച്, ആൽജിൻ. ഓക്കെ. സോ ഇതിൽ ഏതാണ് ഫിയോഫൈസിയെ? ഫിയോഫൈസിയെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗൺ ആൽഗെ അല്ലെ. ബ്രൗൺ ആൽഗയിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഏതാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണോ? നോ, ഇറ്റ് ഈസ് വി ക്യാൻ സീ ഇൻ റെഡ് ആൽഗെ അല്ലെ. സോ അതുപോലെ തന്നെ സ്റ്റാർച്ച് വി ക്യാൻ സീ ഇൻ ഗ്രീൻ ആൽഗെ. ഓക്കെ. ആൽജിൻ എന്ന് പറയുന്നത് ഒരു എന്താ സെൽ വാളിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോട്ടാണ്. സോ ആൽജിൻ ഈസ് നോട്ട് അറ്റ് ഓൾ a part of reserve food material. എന്നാ പിന്നെ ബാക്കിയുള്ളത് ആരാണ്? ദാറ്റ് ഈസ് മാനിറ്റോൾ. ഓക്കെ, മാനിറ്റോൾ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. വിച്ച് plant group is known as amphibians of plant kingdom? So amphibians of plant kingdom എന്ന് വിളിക്കുന്ന plant group ഏതാണ്? സോ നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആൽഗ ഉണ്ട്, നെക്സ്റ്റ് ബ്രയോഫൈറ്റ ഉണ്ട്, ടെറിഡോഫൈറ്റ ഉണ്ട്, ജിംനോസ്പെർമോ, ആൻജിയോസ്പെർമോ. സോ ജിംനോസ്പെർമോ, ആൻജിയോസ്പെർമോയും ടെറിഡോഫൈറ്റയും ഈ മൂന്നെണ്ണവും കംപ്ലീറ്റ്ലി ലാൻഡഡ് പ്ലാന്റ് ആണ്. ലാൻഡിൽ ജീവിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ബിക്കോസ് വെൽ ഡെവലപ്ഡ് സൈലവും ഫ്ലോയും ഇതെല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. സോ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രസന്റ് ഓൺ ലാൻഡ്. ഓക്കെ. സോ അതുപോലെ തന്നെ ആൽഗ യൂഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയാണ്? വാട്ടർ. സോ അക്വാട്ടിക് എക്കോസിസ്റ്റമിൽ മാത്രമാണ് അതിനെ കാണാൻ പറ്റുക. സോ മെറൈൻ വാട്ടറിലും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ആകെ കൂടെ ബാക്കിയുള്ളത് ആരാണ്? ദാറ്റ് ഈസ് ബ്രയോഫൈറ്റ അല്ലെ. ബ്രയോഫൈറ്റ എവിടെയാണോ വെള്ളം ഉള്ളത് ആ വെള്ളമുള്ള ആ നിയർ ബൈ പ്ലേസസിൽ അത് ജീവിക്കും. പക്ഷെ അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവണം, സെക്ഷൽ റിപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് വാട്ടറിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വാട്ടറും വേണം, ലാൻഡും വേണം. അങ്ങനെ ജീവിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ആൻഫീബിയൻ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കും. ഏതിനെയാണ് ആൻഫീബിയൻ എന്ന് വിളിക്കുക? ബ്രയോഫൈറ്റ. യെസ്. ഓക്കെ. നെക്സ്റ്റ് വൺ. Green multicellular asexual bud of liverworts are called. So liverwort. Okay. So green ആണ്, multicellular ആണ്, asexual bud ആണ്. Okay. asexual budും കൂടെ ഉണ്ട്. liverwort അതായത് നമ്മുടെ മാർക്കാൻഷ്യ ഓർത്താൽ മതി. ഓക്കെ. മാർക്കാൻഷ്യയിൽ നമുക്ക് asexual bud ഫോം ആയിട്ടുണ്ട്. അത് ഗ്രീൻ കളർ ആണ്, മൾട്ടിസെല്ലുലാർ ആണ്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഗമ്മ, അതുപോലെ തന്നെ ആന്ത്രോസോയിഡ്സ്, സൂസ്പോർ, കൊനീഡിയ. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്. സോ സൂസ്പോർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോലെ മൾട്ടി സെല്ലുലാർ അല്ല, സിംഗിൾ സെല്ലുലാർ. ബട്ട് ഈ സിംഗിൾ സെല്ലുലാർ ആയാലും അതിൽ ഫ്ലജലയൊക്കെ കാണാൻ പറ്റും. മൊട്ടൈൽ ആയിട്ടുള്ള ഒരു സ്പോറാണ് സൂസ്പോർ. ആന്ത്രോസോയിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ സെക്സ് സെല്ലാണ്. ഓക്കെ. മെയിൽ ഗാമീറ്റ് ആണ്. ഓക്കെ. മെയിൽ ഗാമീറ്റ് ആണ്. അതുപോലെ തന്നെ കൊനീഡിയ നമുക്ക് കാണാൻ പറ്റുന്നത് ഫംഗൈലാണ്. ഓക്കെ. സോ ഇവിടെ ലിവർവേർട്ട് അതായത് ബ്രയോഫൈറ്റയിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഗമ്മ ഇസ് ദി റൈറ്റ് ആൻസർ. ഗമ്മ എന്ന് പറയുന്നത് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. കപ്പ് ലൈക്ക് സ്ട്രക്ചറിൽ ഇങ്ങനെ മൾട്ടി സെല്ലുലാർ ഒരുപാട് ബഡ്സ്, അസെക്ഷുവൽ ബഡ്സ് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഗമ്മ. യെസ്. ഓക്കെ. നെക്സ്റ്റ് വൺ. Observe the relationship of first pair and fill the blanks. Algin, brown algae. Keragin. യെസ്. ആൽജിൻ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയിൽ നമുക്ക് കാണാൻ പറ്റും, ഫിയോഫൈസിയയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കെറാജിൻ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ നമുക്ക് ഏത് ഒരു ആൽഗയിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് റെഡ് ആൽഗെ. ഏതാണ്? റെഡ് ആൽഗെ ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ നോക്കാം. Observe the following diagram A and B and identify the placentation. So എയും ബിയും എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ. സെൻട്രലി ലൊക്കേറ്റഡ് ഒരുപാട് ഓവ്യൂൾസ് ഉണ്ട്. ഈ ഓവ്യൂൾസ് എല്ലാം അറേഞ്ച് ആയിരിക്കുന്നത് എവിടെയാണ്? ഇതുപോലെയുള്ള ഒരു ലോക്യൂൾസിൽ അല്ലെ. സോ ഒരു ലോക്യൂൾസ് എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിക്കകത്താണ് എന്ത് കിടക്കുന്നുള്ളത്? ഈ ഒരു ഓവ്യൂൾസ് കിടക്കുന്നുള്ളത്. ഇങ്ങനെയുള്ള പ്ലാസന്റേഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആക്സൈൽ പ്ലാസന്റേഷൻ. എന്തെന്ന് വിളിക്കും? ആക്സൈൽ പ്ലാസന്റേഷൻ എന്ന് വിളിക്കും. അടുത്തത് ബി നോക്കിയേ. ബിയിൽ എവിടെയാണ് ഓവ്യൂൾസ് ഉള്ളത്? ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി പെരിഫെറൽ റീജിയൻ. പെരിഫെറൽ റീജിയനിലാണ് കാണുന്നുള്ളത് അല്ലെ. സോ ദിസ് ഈസ് parietal placentation. ഓക്കെ. യെസ്. നെക്സ്റ്റ് വൺ എന്താ നോക്കാം. Observe the given relation and fill the blanks. So
പ്ലൂമ്യൂൾ, കോളിയോപ്റ്റൈൽ, റാഡിക്കൽ ഏതാണ്? യെസ്, റാഡിക്കൽ ഏതാണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. സോ നമുക്ക് ഒരു സീഡിനെ വരയ്ക്കാം. ഓക്കെ, സോ ഈ സീഡില് ഫസ്റ്റ് പാർട്ട്, ഇവിടെ കിടക്കുന്ന പാർട്ടാണ് എൻഡോസ്പേം. ഓക്കെ, സോ ഇത് എൻഡോസ്പേം ആണ്. യെസ്, അതുപോലെ തന്നെ ഇവിടെ കാണുന്നതാണ് എംബ്രിയോ. സോ ഈ എംബ്രിയോയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്ലൂമ്യൂളും റാഡിക്കലും കാണാൻ പറ്റും അല്ലെ. സോ ഈ റാഡിക്കലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലെയർ ഇങ്ങനെ ഉണ്ടാവും, പ്ലൂമ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലെയർ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോളിയോപ്റ്റൈൽ. എന്തെന്ന് വിളിക്കുന്നത്? കോളിയോപ്റ്റൈൽ. അതുപോലെ തന്നെ റാഡിക്കലിനെ കവർ ചെയ്യുന്ന ആ പ്രൊട്ടക്റ്റീവ് ലെയറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സോ ദിസ് ഈസ് കോൾഡ് കോളിയോറൈസേ. ഓക്കെ, എന്തെന്ന് വിളിക്കും? കോളിയോറൈസേ എന്ന് വിളിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് കോളിയോറൈസ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. Observe the floral diagram and answer the following question. Name the family. So ഈ ഫാമിലിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോറൽ ഡയഗ്രാം, ഇത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. സോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഫ്ലോറൽ ഡയഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതായത് ആക്ടിനോമോർഫിക് ആണ്. ഇവിടെ എത്രയൊക്കെ ഉണ്ട്? കേലിക്സ് ഉണ്ട്, കറോല ഉണ്ട്, ആൻഡ്രീഷ്യമും ഗൈനീഷ്യമും ഉണ്ട്, 4 വേർഡ്സ് ഉണ്ട്. സോ ബൈസെക്ഷൽ ഫ്ലവർ ആണ് അല്ലെ. അതുകൂടാതെ കേലിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 കേലിക്സ് ഉണ്ട്. സോ ഓക്കെ, യെസ്, സി 5 കേലിക്സ് ആണ് ഉള്ളത്. 5 കേലിക്സ്, സോറി കെ ആട്ടോ ഇത്. യെസ്, സോ അത് ഗാമോസെപ്പലസ് ആണ്. അടുത്തത് കറോല നോക്കുകയാണെങ്കിൽ 5 പെറ്റൽസ് ഉണ്ട്, അതും ഗാമോപെറ്റലസ് ആണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ്രീഷ്യം നോക്കുകയാണെങ്കിൽ ആൻഡ്രീഷ്യം 5 സ്റ്റെമൻസ് ഉണ്ട്. ആ സ്റ്റെമൻസ് എല്ലാം അറ്റാച്ച് ആയിരിക്കുന്നത് എവിടെയാണ്? പെറ്റൽസിന്റെ മുകളിലാണ്, എപ്പിപെറ്റലസ് ആണ്. ആൻഡ് ഗൈനീഷ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൈനീഷ്യം ഒന്ന് നോക്കിക്കേ, സുപ്പീരിയർ ഓവറി ആണ്, 2 കാർപ്പൽസ് ഉണ്ട്, സിൻകാർപ്പസ് ആണ്. സോ ഈ ഒരു ഫ്ലോറൽ ഫോർമുലയുള്ള ഒരു ഫാമിലിയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് സൊലനേസിയേ ഫാമിലി. ഏതാണ്? സൊലനേസിയേ ഫാമിലി. സോ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വൈ? ബിക്കോസ് വി ഹാവ് ഓൺലി വൺ ഫ്ലോറൽ ഫോർമുലയും ഫ്ലോറൽ ഡയഗ്രാമും. ഫാമിലിയെ പറ്റി പഠിക്കാനുള്ളത് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ആൾറെഡി നമുക്ക് സിലബസിൽ ഉണ്ടായിരുന്നു. ആക്ച്വലി ലിലിയേസിയ ഫാമിലിയും അതുപോലെ തന്നെ ഫെബേസിയ അല്ലെങ്കിൽ ലെഗുമിനേസിയ ഫാമിലി എന്ന് പറയുന്ന 2 ഫാമിലിയും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. പക്ഷേ റിവൈസ്ഡ് സിലബസിൽ അതിനൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ഓൺലി സൊലനേസിയ ഫാമിലി ടു സ്റ്റഡി ഫോർ ബോർഡ് എക്സാമിനേഷൻ അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് സൊലനേസിയ ഫാമിലി എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. റൈറ്റ് ദി നേച്ചർ ഓഫ് സ്റ്റെമൻ. സോ ഈ ഒരു കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പറഞ്ഞേ, എന്താണിത്? യെസ്, സോ ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, എന്താണിത്? സി കറോല ഉണ്ട്, അതായത് പെറ്റൽസ് 5 പെറ്റൽസ് ഉണ്ട്, ഗാമോപെറ്റലസ് ആണ്, ആൻഡ്രീഷ്യം ഉണ്ട്, 5 ആൻഡ്രീഷ്യം ഉണ്ട്. അതുകൂടാതെ ഇവിടെ 2 അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ട് അല്ലെ. സോ ഈ ഒരു അറ്റാച്ച്മെന്റിന് നമ്മൾ എന്തെന്ന് വിളിക്കും? എപ്പിപെറ്റലസ്. സോ ഈ ഒരു കണ്ടീഷനെ നമ്മൾ എപ്പിപെറ്റലസ്. 5 സ്റ്റെമൻസ് ഉണ്ടാവും, എപ്പിപെറ്റലസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് സ്റ്റെമൻ. യെസ്, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the family Solanaceae, stamens are described as 5 epipetalous, 10 diadelphous, 6 epipetalous, 6 diadelphous. So ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സോ the right answer is 5 epipetalous. Okay, so next one നമുക്ക് നോക്കാം. By examining the 4 match pair given below, find the correctly matched pair from the alternative given below. ഓക്കെ, സോ ഇവിടെ ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ആൾറെഡി ആൻസറും തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? റെസിമോസ് എന്ന് പറയുന്നത് പെഡങ്കൽ ഗ്രോസ് ഇൻഡെഫിനിറ്റ്ലി. സോ ദിസ് ഇസ് റൈറ്റ്. സോ ബിക്കോസ് റെസിമോസ് എന്ന് പറയുന്ന ആ ഒരു ഇൻഫ്ലോറസൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ആയിക്കൊണ്ടേ ഇരിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് acropetaline manner അല്ലെ. സോ അടുത്തത് എപ്പിഫില്ലസ്. എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ഓവറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ദിസ് ഇസ് റോങ്. ദിസ് ഈസ് ഇൻഫീരിയർ ഓവറി ആണ്. സോ എപ്പിഗൈനസ് എന്ന് പറയുമ്പോൾ ഇൻഫീരിയർ ഓവറി. സോ ഇത് ഓവറി ആണെങ്കിൽ നമ്മുടെ തലാമസ് കംപ്ലീറ്റ്ലി ഒരു കപ്പ് പോലെ കംപ്ലീറ്റ്ലി ഓവറിനെ കവർ ചെയ്തിട്ടുണ്ടാവും. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻഫീരിയർ ഓവറി എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? ഫില്ലോടാക്സി അല്ലെ. സോ ഫില്ലോടാക്സി അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെമ്മോ. യെസ്, സോ ദിസ് ഇസ് റൈറ്റ് വൺ അല്ലെ. ഫില്ലോടാക്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം. സോ ദിസ് ഇസ് റൈറ്റ് വൺ. അടുത്തത് കോളിയോപ്റ്റൈൽ
envelope covering the radical. Coleoptile എന്ന് പറഞ്ഞാൽ റാഡിക്കലിനെയാണോ കവർ ചെയ്യുക? കോളിയോറൈസ അല്ല റാഡിക്കലിനെ കവർ ചെയ്യുക. കോളിയോപ്റ്റൈൽ എന്ന് പറയുമ്പോൾ പ്ലുമ്യൂളിനെ കവർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ദിസ് ഈസ് റോങ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1 and 3. So D is the right one. Okay, next question നോക്കാം. Observe the figure and identify the type of inflorescence. So ഇവിടെ നിന്ന് നോക്കിക്കേ, ഇതാണ് ടോപ്പ് മോസ്റ്റ്. ഈ ടോപ്പ് മോസ്റ്റ് വലിയ ഫ്ലവർ ഉണ്ട്, അഡ്ജസെന്റിൽ 2 ബ്രാഞ്ചസ് പോലെ കാണുന്നുണ്ട്. ഈ ബ്രാഞ്ചസിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് കാണാൻ പറ്റുക. ഇത് ഒരെണ്ണം മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ വലുതായിട്ട് വലിയ ഫ്ലവർ ടിപ്പിലുണ്ട്, സൈഡിൽ ബഡ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. സോ ഇങ്ങനെയുള്ള ഒരു ഇൻഫ്ലോറസൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈമോസ്. എന്തെന്ന് വിളിക്കും? സൈമോസ് ഇൻഫ്ലോറസൻസ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വന്ന് നോക്കാം. Choose the correct answer. The arrangement of veins and veinlets in leaf lamina. So, വെയിനും വെയിൻലെറ്റ്സ് ഒക്കെ നമ്മുടെ ലീഫ് ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡിന്റെ മുകളിൽ. സോ ഇതാണ് ലീഫ് ബ്ലേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീഫ് ബ്ലേഡിന്റെ മുകളിലാണ് വെയിനും വെയിൻലെറ്റ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുക അല്ലെ. സോ ഈ ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഫിലോടാക്സി ആണോ, വെനേഷൻ ആണോ, ഇൻഫ്ലോറസൻസ് ആണോ, പ്ലാസെന്റേഷൻ ആണോ? വിച്ച് ഈസ് ദ റൈറ്റ് വൺ? സോ ഏതാണ്? സി, ഫിലോടാക്സി. ഫിലോടാക്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെം. സ്റ്റെമ്മിന്റെ മുകളിൽ ഏത് രീതിയിലാണ് അറേഞ്ച് ആയിരിക്കുന്നത് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫിലോടാക്സി എന്ന് വിളിക്കും. വെനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഓൺ ദി leaf lamina. So this is the right answer. അതുപോലെ തന്നെ ഇൻഫ്ലോറസൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവർ ഓൺ ദി ഫ്ലോറൽ ആക്സിസ്. ഓക്കെ, ഫ്ലോറൽ ആക്സിസിൽ ഇങ്ങനെ ഒരു വലിയ ഫ്ലവർ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻഫ്ലോറസൻസ് എന്ന് വിളിക്കും. അടുത്തത് പ്ലാസന്റേഷൻ ആണ്. പ്ലാസന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾ ഓൺ ദി ഓവറി. സോ ഏത് രീതിയിലാണ് ഓവ്യൂൾ ഓവറിക്കകത്ത് അറേഞ്ച് ആയിരിക്കുന്നത് അതിനെ നമ്മൾ പ്ലാസന്റേഷൻ എന്ന് വിളിക്കും. സോ ദ റൈറ്റ് ആൻസർ ഫോർ this particular question is venation. Okay, next one നോക്കാം. Fill the blanks. A flower having both gynoecium and androecium. So gynoeciumum androeciumum ഉണ്ട്. gynoecium എന്ന് പറയുന്നത് ഫീമെയിൽ പാർട്ട് ആണ് അല്ലെ. androecium എന്ന് പറയുന്നത് മെയിൽ പാർട്ടാണ്. മെയിൽ പാർട്ടും ഉണ്ട്, ഫീമെയിൽ പാർട്ടും ഉണ്ട് ഒരേ ഫ്ലവറിനകത്ത്. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബൈസെക്ഷുവൽ ഫ്ലവർ. എന്തെന്ന് വിളിക്കും? ബൈസെക്ഷുവൽ ഫ്ലവർ എന്ന് വിളിക്കും. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കാം. Fill the blanks. The type of inflorescence in which main axis continues to grow. Continuous ആയിട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഏത് ടൈപ്പ് ഓഫ് ഒരു ഇൻഫ്ലോറസൻസ് ആണെന്ന് പറയും. സോ ഇവിടെ കുഞ്ഞു ഫ്ലവർ ഉണ്ടാവും, താഴെ വരുമ്പോൾ വലിയ വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും. സോ ഇതുപോലെയുള്ള ഒരു ഇൻഫ്ലോറസൻസ് ഏതാണ്? സോ ദാറ്റ് ഈസ് റെസിമോസ്. ഏതാണ്? റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ഓക്കെ, യെസ്. അടുത്തത്, the plant bearing adventitious root are. So പ്ലാന്റിൽ അഡ്വാൻറ്റേഷ്യസ് റൂട്ട്സ് ഉണ്ട്. സോ അങ്ങനെയുള്ള അഡ്വാൻറ്റേഷ്യസ് റൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ്? സി, ഗ്രാസ്, മോൺസ്റ്റെറ, ബാനിയൻ ട്രീ, ഇതിലെല്ലാത്തിനും നമുക്ക് എന്ത് കാണാൻ പറ്റും? അഡ്വാൻറ്റേഷ്യസ് റൂട്ട്. അതായത് പ്ലാന്റിൽ പ്രൈമറി റാഡിക്കൽ ആണ് റൂട്ടായിട്ട് കൺവേർട്ട് ആവേണ്ടത്. അതിന്റെ മുകളിൽ ലാറ്ററൽ റൂട്ട്സ് ഒക്കെ ഡെവലപ്പ് ആവണം. പക്ഷേ ഈ പ്ലാന്റ്സുകളിലൊക്കെ അതർ ദെൻ ദിസ് പാർട്ട്, ഓക്കെ, സോ അതായത് പ്രൈമറി റാഡിക്കൽ അല്ലാതെ വേറെ ഏതൊക്കെയോ പാർട്ട് എന്തായിട്ടുണ്ട്? റൂട്ടായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അതിന് നമ്മൾ അഡ്വാൻറ്റേഷ്യസ് റൂട്ട് എന്ന് വിളിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ നോക്കാം. റൂട്ട് ഹെയർ അറൈസസ് ഫ്രം ദി. ഏത് പാർട്ടിലാണ് നമുക്ക് റൂട്ട് ഹെയർസ് കാണാൻ പറ്റുക? ഇതിപ്പോൾ റീജൻ ഓഫ് റൂട്ട് പഠിക്കുകയാണെങ്കിൽ ടിപ്പിൽ നമുക്ക് ഒരു ടിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. അതിനെ നമ്മൾ റൂട്ട് ക്യാപ്പ് എന്ന് വിളിക്കും. സോ ഈ ഒരു റീജിയനിലുള്ളതിനെ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് വിളിക്കും. ഈ ഒരു റീജിയനിൽ നമ്മൾ റീജിയൻ ഓഫ് ഇലോങ്കേഷൻ എന്ന് വിളിക്കും. സോ റീജിയൻ ഓഫ് ഇലോങ്കേഷന്റെ മുകളിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? റൂട്ട് ഹെയർസ് കാണാൻ പറ്റുക അല്ലെ. സോ ഈ ഒരു റീജിയനിലാണ് നമുക്ക് റൂട്ട് ഹെയർസ് കാണാൻ പറ്റുക. ഈ ഒരു റീജിയനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സോ ദിസ് ഈസ് കോൾഡ് region of maturation. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? region of maturation എന്ന് വിളിക്കും. Yes, okay. Next question. The region of the stem where leaves are born. So ഇതുപോലെ ഒരു സ്റ്റെം ഉണ്ട്. ഓക്കെ, ഈ സ്റ്റെമ്മിന്റെ ഈ ഒരു റീജന് നമ്മൾ എന്തെന്ന് വിളിക്കും? നോഡ്സ് എന്ന് വിളിക്കും. ഈ നോഡ്സിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ലീഫ് അറൈസ് ആവുന്നത് കാണാൻ പറ്റുക. ഓക്കെ, സോ ഈ ഒരു റീജനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലീഫ് അറൈസ് ആവുന്ന ആ ഒരു റീജനെ നോഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ ഒരു നോഡ്സിന്റെ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ, ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് ഇന്റർനോഡ്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്റർനോഡ് എന്ന് വിളിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഡാഷ് ഈസ് ദി ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ലീഫ്
with the vein and veinlets. So expanded part of leaf ഉണ്ട്. സോ ഇവിടെ നമുക്ക് വെയിനും വെയിൻലെറ്റ്സും എല്ലാം കാണാൻ പറ്റും. സോ ഈ ഒരു പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സോ ദിസ് ഈസ് കോൾഡ് ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലീഫ് ലാമിന. ഓക്കെ, സോ ഇതിനെന്തെന്ന് വിളിക്കും? ലീഫ് ലാമിന എന്ന് വിളിക്കും. യെസ്. സോ നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വെനേഷൻ ഇൻ ദി ഗിവൻ ഇമേജ്. സോ ഒരു വലിയ മെഡ്രിബ് ഉണ്ട് അല്ലെ, ഇവിടെ ഒരു വലിയ മിഡ്രിബ് ഉണ്ട്, അത് ടിപ്പ് വരെ പാസ്സായിട്ടുണ്ട്. ആൻഡ് ഈ മിഡ്രിബിൽ നിന്നും ഒരുപാട് വെയിൻസും വെയിൻലെറ്റ്സും ഒക്കെ ഫോം ആയിട്ടുണ്ട് അല്ലെ. സോ ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സോ ദിസ് ഈസ് കോൾഡ് വിച്ച് കൈൻഡ് ഓഫ് വിനേഷൻ? ദിസ് ഈസ് റെറ്റിക്കുലേറ്റ്. ഇതേതാണിത്? റെറ്റിക്കുലേറ്റ് വിനേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നോക്കാം. The cells of which of the following region of root are responsible for growth of its length increase ആവണം എന്നുണ്ടെങ്കിൽ, ഒരു പ്ലാന്റിന്റെ ലെങ്ത് ഇൻക്രീസ് ആവണം എന്നുണ്ടെങ്കിൽ ഏത് പാർട്ടാണ് ഹെൽപ്പ് ചെയ്യുക? സോ ഇവിടെ റൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റീജൻ ഓഫ് റൂട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. സോ റീജൻ ഓഫ് റൂട്ടിൽ റീജൻ ഓഫ് ഇലോങ്കേഷൻ എന്ന് പറയുന്ന റീജൻ പഠിച്ചിട്ടില്ലേ? ലെങ്ത് കൂട്ടാനുള്ള ഒരു റീജൻ ആണ്. മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ള റീജനിൽ എന്താവുന്നുണ്ട്? മെരിസ്റ്റംസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന എക്സ്ട്രാ സെൽസ് ഒക്കെ എവിടെയാണുള്ളത്? ഇലോങ്കേഷനിൽ. സോ ആ ഇലോങ്കേഷൻ ആണ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നോക്കാം. The root is covered at root cap. ഓക്കെ, റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? ദി എപെക്സ് ഓഫ് ദി റൂട്ട് ബൈ റൂട്ട് ക്യാപ്പ് ആണോ? ദ ബേസ് ഓഫ് ദി സ്റ്റെം ബൈ റൂട്ട് ക്യാപ്പ് ആണോ? ദ ബേസ് ഓഫ് മെച്ചുറേഷൻ സോൺ ബൈ റൂട്ട് ക്യാപ്പ് ആണോ? ദ എപെക്സ് ഓഫ് ദി സോൺ ഓഫ് ഇലോങ്കേഷൻ ബൈ റൂട്ട് ക്യാപ്പ് ആണോ? ഏത് റീജിയനിലാണ് നമുക്ക് റൂട്ട് ക്യാപ്പിനെ കാണാൻ പറ്റുക? സോ ഇത് റൂട്ട് ക്യാപ്പ്, അതായത് ഇത് റീജിയൻ ഓഫ് റൂട്ട് ആണെങ്കിൽ, അതായത് റൂട്ടിന്റെ ഒരു ടിപ്പ് ആണെങ്കിൽ, സോ ഈ ഒരു റീജിയൻ, അതായത് ടിപ്പ് ഓഫ് ദി അല്ലെങ്കിൽ എപെക്സ് ഓഫ് ദി റൂട്ട് ബൈ റൂട്ട് ക്യാപ്പ് ഇസ് ദി റൈറ്റ് വൺ. Okay, so next question നോക്കാം. The fluttering of the leaf blade is facilitated by. So ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റിലേക്ക് ഇങ്ങനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റിന്റെ പാർട്ട് അല്ലെങ്കിൽ ലീഫിന്റെ പാർട്ട് ഏതാണ്? ഓക്കെ, സോ ഏതാണത്? സോളൻ പൾവീനസ് ആണോ? സോ സോളൻ പൾവീനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ലീഫ് ബേസ് ആണ്. സോ ലീഫ് ബേസ് ആണോ ഹെൽപ്പ് ചെയ്യുക? സോ ഈ ഒരു പാർട്ടാണ്, ഇത് സ്റ്റെം ആണെങ്കിൽ ഈ ഒരു പാർട്ടാണ് ലീഫ് ബേസ്. പൾവീനസ് ആയിട്ടുള്ളത്, ഇവിടെ ബൾജ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിനെ നമ്മൾ പൾവീനസ് എന്ന് വിളിക്കും. സോ ഈ ഒരു ലീഫ് ബേസ് ആണോ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്? അല്ല. മെംബ്രെയിനസ് ഷീത്ത് ആണോ? മെംബ്രെയിനസ് ഷീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സ്റ്റെമ്മിന്റെ മുകളിൽ. അതാണോ? അതും അല്ല. ലോങ് ആൻഡ് തിൻ പീറ്റിയോൾ ആണോ? യെസ് അല്ലെ. ഇതുപോലെ ലോങ് ആൻഡ് തിൻ ആയിട്ടുള്ള ഒരു പീറ്റിയോൾ ഉണ്ടാവും. ഈ പീറ്റിയോല് എത്ര ലെങ്ത് ഉണ്ടാവും അത്രയും ഇങ്ങനെ എക്സ്പോസ് ആയിട്ട് നമ്മുടെ ലീഫ് കിടക്കും അല്ലെ. സോ ബ്രോഡ് ലാമിന അതും അല്ല. യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ലോങ് ആൻഡ് തിൻ പീറ്റിയോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ദ റൂട്ട്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി ബേസ് ഓഫ് ദി സ്റ്റെം. സോ ഇതുപോലെ ബേസ് ഓഫ് ദി സ്റ്റെമ്മിൽ നിന്നും അറൈസ് ആവുന്ന റൂട്ട്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സോ നമുക്ക് 2 ടൈപ്സ് ഓഫ് റൂട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുള്ളത്. ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം, അതായത് റാഡിക്കൽ റൂട്ടായിട്ട് ഡെവലപ്പ് ആവുന്നത്. സോ ദാറ്റ് വി ക്യാൻ സീ ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ്. മോസ്റ്റ് ഓഫ് ദി ഡൈക്കോട്ട് പ്ലാന്റ്സ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ലെ. സോറി, ഇതുപോലെയല്ല, ഇതുപോലെയുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ലെ. യെസ്, സോ ഇതിനെ നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കും. സോ ഇതുപോലെ സ്റ്റെമ്മിന്റെ ബേസിൽ നിന്നും അറൈസ് ആവുന്ന ഇതുപോലെയുള്ള റൂട്ട്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? യെസ്, സോ ദിസ് ഈസ് കോൾഡ് ഫൈബ്രസ് റൂട്ട്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫൈബ്രസ് റൂട്ട് എന്ന് വിളിക്കും. യെസ്, ഓക്കെ, നെക്സ്റ്റ് വൺ. Growth is limited and the flowers are born in basipetal succession. The type of inflorescence is basipetal succession എന്ന് പറയുമ്പോൾ വലിയ ഫ്ലവർ ടോപ്പിലും താഴെ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ അല്ലെങ്കിൽ മൊട്ടുകൾ താഴെയാണ് കാണാൻ പറ്റുക. ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് സൈമോസ് inflorescence. Okay, yes, next one. Observe the following figure A and B show 2 different types of phyllotaxy. സോ ഇത് ഏതൊക്കെയാണ് ഈ ഫിലോടാക്സി? ഏതാണ്? സോ ഇവിടെ നിന്ന് നോക്കിക്കേ, ഇവിടെ ഒരു വലിയ ഒരു ട്വിഗ് തന്നിട്ടുണ്ട്. ഇതിൽ ഒരു നോഡിൽ നിന്നും ഒരു ലീഫും ഓപ്പോസിറ്റ് സൈഡിൽ ഒരു നോഡിൽ നിന്നും ഇനിയൊരു ലീഫും ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. ഇതുപോലെയുള്ള ഒരു ഫിലോടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കും? ഇതിനെ ആൾട്ടർനേറ്റ്
ഓക്കെ, ആൾട്ടർനേറ്റ് ഫിലോടാക്സി എന്ന് വിളിക്കും. അതുപോലെ തന്നെ ബി ഒന്ന് നോക്കിയേ, ബിയിൽ നോക്കിയേ. സോ ഒരു നോഡിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 ലീഫ് ഇതുപോലെ അറൈസ് ആവുന്നുണ്ട് അല്ലെ. സോ ഇങ്ങനെയുള്ള ഒരു ഫിലോടാക്സിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ദിസ് ഇസ് കോൾഡ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ദ ടേം ഈസ്റ്റിവേഷൻ. എന്താണ് ഈസ്റ്റിവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ arrangement of sepals or petals on the floral bud. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഈസ്റ്റിവേഷൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഡിഫൈൻ ദ ടേം പ്ലാസന്റേഷൻ. പ്ലാസന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? arrangement of ovules on the ovary. ഓക്കെ, ഓവറിക്കകത്ത് ഓവ്യൂൾസ് എങ്ങനെയാണ് അറേഞ്ച് ആയിരിക്കുന്നത് അതിനെ നമ്മൾ പ്ലാസന്റേഷൻ എന്ന് വിളിക്കും. സോ 5 types of പ്ലാസന്റേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് 5 types of പ്ലാസന്റേഷൻ? basal placentation, marginal placentation, parietal placentation, free central placentation, axial placentation. So ഇങ്ങനെ 5 type of placentation ഉണ്ട്. Yes, okay. Next one, mention the function of root hair. Root hair ന്റെ function എന്താണ്? Absorption of water and mineral. Okay, so absorption of water and mineral is the function of root hair. Okay, yes. Next one, monocot can be distinguished from dicot by. So monocotum dicotinum ഉള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഓക്കെ, സോ അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഓപ്ഷൻസിൽ ഏതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓക്കെ, ഈസ്റ്റിവേഷൻ ആണോ? ഈസ്റ്റിവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? arrangement of petals or sepals in the floral bud. So floral budil എങ്ങനെയാണോ petals arrange ആയിരിക്കുന്നത് അതിന്റെ ബേസിസിൽ നമ്മൾ മോണോകോട്ട് ഡൈകോട്ട് എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുമോ? ഇല്ല. സോ ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വൺ. അടുത്തത് വെനേഷൻ. വെനേഷൻ എന്ന് പറയുമ്പോൾ റെട്ടിക്കുലേറ്റ് വെനേഷൻ, പാരലൽ വെനേഷൻ. പാരലൽ വെനേഷൻ ആണെങ്കിൽ നമുക്ക് അതിന് മോണോകോട്ട് ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ റെട്ടിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഡൈകോട്ട് എന്ന് ഈസി ആയിട്ട് തിരിച്ചറിയും അല്ലെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് വെനേഷൻ. സോ ബോത്ത് A and B, 1 and 2 that is also wrong. None of these എന്ന് പറയുന്നത് wrong ആണ്. The right answer is Venetian. അയ്യോ, ആക്ച്വലി ഇവിടെ വരേണ്ടത് വെനേഷൻ കേട്ടോ, ഈസ്റ്റിവേഷൻ അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു കോൾ എ സോളൻ ലീഫ് ബേസ്? സോ സോളൻ ആയിട്ടുള്ള ലീഫ് ബേസിന്, സോ ഇത് നമ്മുടെ സ്റ്റെം ആണെങ്കിൽ ഈ ബേസിൽ ഇങ്ങനെ സോളൻ ആയിട്ടുള്ള, അതായത് ഈ പീ പ്ലാന്റിൽ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിൽ, അതായത് ലെഗ്യുമിനേസി ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സിൽ അതിലെല്ലാത്തിലും ലീഫിന്റെ ബേസിൽ നമുക്ക് ഇതുപോലെ ഒരു ബൾജ്ഡ് പോർഷനെ കാണാൻ പറ്റും. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പൾവീനസ്. എന്തെന്ന് വിളിക്കും? പൾവീനസ് എന്ന് വിളിക്കും. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ, name the layer which separate endosperm and embryo in monocot. Okay, so എൻഡോസ്പേമും എംബ്രിയോനും സെപ്പറേറ്റ് ചെയ്യുന്ന ആളാരാണ്? ഓക്കെ, സോ മോണോകോട്ട് സീഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? സോ ഇതുപോലെ എൻഡോസ്പേമിനെ കാണാൻ പറ്റും. സോ ഇവിടെ മുകളിലത്തെ പോർഷൻ നമുക്ക് എൻഡോസ്പേം ആണ് കാണാൻ പറ്റുക അല്ലെ. സോ ദിസ് ഈസ് എൻഡോസ്പേം. താഴെ ഉള്ള ഈ ഭാഗത്തിൽ നമുക്ക് എംബ്രിയോയെ കാണാൻ പറ്റും അല്ലെ, എംബ്രിയോ ഉണ്ട്. സോ എൻഡോസ്പേമിനെയും എംബ്രിയോനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ലെയർ, പ്രോട്ടീൻ ലെയറും കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ ഈ ഒരു ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, പ്രോട്ടീൻ ലെയർ ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? അല്യൂറോൺ ലെയർ. ഇതിനെന്തെന്ന് വിളിക്കും? അല്യൂറോൺ ലെയർ എന്ന് വിളിക്കും. യെസ്, okay. Next one, dash are the non-essential part of flower. ഇതില് non-essential ആയിട്ടുള്ള പാർട്ട് ഏതാണ്? Androecium and gynoecium, sepals and carpels, sepals and petals, sepals and gynoecium. സോ ഇതിൽ ഏതാണ് നോൺ എസെൻഷ്യൽ? നോൺ എസെൻഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സെക്ഷൽ റിപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യാത്തത്. ഓക്കെ, ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ എസെൻഷ്യൽ പാർട്ട് എന്ന് വിളിക്കും. സോ എഗ്ഗും സ്പേമും അല്ലെങ്കിൽ എഗ്ഗും മെയിൽ ഗാമിറ്റും പ്രൊഡ്യൂസ് ആവുന്ന ആ പാർട്ടിനെയാണ് നമ്മൾ എസെൻഷ്യൽ പാർട്ട് എന്ന് വിളിക്കുക. സി ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ മെയിൽ, അതായത് മെയിൽ ഗാമിറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ പാർട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. സോ ഇത് രണ്ടും എസെൻഷ്യൽ പാർട്ടാണ് അല്ലെ. സെപ്പൽസ്, കാർപ്പൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗൈനീഷ്യമിന്റെ മെമ്പേഴ്സിനെയാണ് കാർപ്പൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലെ. ഇത് നോൺ എസെൻഷ്യൽ ആണെങ്കിലും കാർപ്പൽ എസെൻഷ്യൽ ആണ്. സെപ്പൽസും പെറ്റൽസ് എന്ന് പറയുന്നത് രണ്ടും നോൺ എസെൻഷ്യൽ ആണ് അല്ലെ. സോ നെക്സ്റ്റ് സെപ്പൽസ് ആൻഡ് ഗൈനീഷ്യം. ഗൈനീഷ്യം എന്ന് പറയുന്നത് അഗൈൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പൊ ദ റൈറ്റ് ആൻസർ ഈസ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ,
What do you call the cotyledon of monocot seed? Monocot seedല് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതുപോലെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സീഡില് എംബ്രിയോയും എൻഡോസ്പെർമും കാണാൻ പറ്റും. So this is endosperm. Okay, this is endosperm. This is called embryo. So ഈ ഒരു എംബ്രിയോനെ ഓക്കെ, സോ ഈ എംബ്രിയോക്കകത്ത് ഒരു കോട്ടിലീഡൻ നമുക്ക് കാണാൻ പറ്റും. ആ കോട്ടിലീഡനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂട്ടല്ലം. എന്തെന്ന് വിളിക്കും? സ്ക്യൂട്ടല്ലം എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. Define zygomorphic flower. So when we cut the flower into 2 equal half, we will get 2 equal half in only one plane. Okay, when we cut a flower into 2, okay, ഒരു ഫ്ലവറിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഈക്വൽ ഹാഫ് കിട്ടുന്നത് വെറും ഒരേ ഒരു പ്ലെയിനിൽ മാത്രമാണെങ്കിൽ, ഓക്കെ, ഇത് ഈ ഒരു പ്ലെയിനിൽ മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ സൈഗോമോർഫിക് ഫ്ലവർ എന്ന് വിളിക്കും. ആക്ടിനോമോർഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താടാ? ഇതുപോലെ ആയിരിക്കും ഫ്ലവർ. ഏത് ഭാഗത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഈക്വൽ ഹാഫ് കിട്ടും. സോ ദാറ്റ് ഈസ് ആക്ടിനോമോർഫിക്. അസമെട്രിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താടാ? അസമെട്രിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്തിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഈക്വൽ ഹാഫ് കിട്ടില്ല. ഓക്കെ, 2 ഈക്വൽ ഹാഫ് ആയിരിക്കില്ല അത്. സോ അതിന് നമ്മൾ അസമെട്രിക് എന്ന് വിളിക്കും. ഓക്കെ, സോ സൈഗോമോർഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? When we cut a flower into 2, we will get 2 equal half ഫ്രം ഓൺലി വൺ പ്ലെയിൻ. ഏതെങ്കിലും ഒരു പ്ലെയിനിൽ നിന്ന് മാത്രമായിരിക്കും. അതിനെ നമ്മൾ സൈഗോമോർഫിക് എന്ന് വിളിക്കും. നെക്സ്റ്റ്, ദ മോർഫോളജിക്കൽ നേച്ചർ ഓഫ് എഡിബിൾ പാർട്ട് ഓഫ് എ കോക്കനട്ട് ഈസ്. സോ എഡിബിൾ പാർട്ടാണ് നമ്മൾ കഴിക്കുന്ന തേങ്ങയില്ലേ, തേങ്ങ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കോട്ടിലീഡൻ ആണോ, പെരിസ്പേം ആണോ, പെരികാർപ്പാണോ, എൻഡോസ്പേം ആണോ? ഇതിലേത് പാർട്ടാണ് നമ്മൾ കഴിക്കുന്ന ആ ഒരു തേങ്ങ അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ? സോ ഇത് ഏതാണിത്? കോട്ടിലീഡൻ ആണോ? അല്ല. പെരിസ്പേം ആണോ? അല്ല. പെരികാർപ്പാണോ? അല്ല. അത് ചകിരിയാണ് അല്ലെ. സോ എൻഡോസ്പേം ഈസ് ദി റൈറ്റ് വൺ. ട്രിപ്ലോയിഡ് എൻഡോസ്പേം ആയിരിക്കും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ കഴിക്കുക. യെസ്, നെക്സ്റ്റ് വൺ. What leads to the formation of root? Primary root. So primary root ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്ലാന്റിന്റെ അല്ലെങ്കിൽ എംബ്രിയോയുടെ ആ ഭാഗം ഏതാണ്? സോ ദാറ്റ് ഈസ് റാഡിക്കൽ. യെസ്, സോ റാഡിക്കൽ ആണ്. ഒരു സീഡിനെ നമ്മൾ നനച്ച് വെക്കുകയാണെങ്കിൽ 2 പാർട്ടാണ് ഡെവലപ്പ് ആക്കുക. ഒരു പാർട്ട് ലീഫ് കളറിൽ, അതായത് ഒരു ഗ്രീൻ കളറിലൊക്കെ സ്പ്രൂട്ട് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. സോ അതിനെ നമ്മൾ പ്ലുമ്യൂൾ എന്ന് വിളിക്കും. അതുപോലെ തന്നെ താഴത്തോട്ടേക്ക് ഒരു വൈറ്റ് കളറിൽ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ റാഡിക്കൽ എന്ന് വിളിക്കും. സോ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റൂട്ട്. യെസ്, സോ നെക്സ്റ്റ്, എപ്പിഡെർമൽ ഹെയർ ഓൺ ദി സ്റ്റെം ഓഫ് ദി സർട്ടൻ പ്ലാന്റ്സ് ആർ കോൾഡ്. എപ്പിഡെർമൽ ഹെയർ, ഇത് നമ്മുടെ എന്താണ്? എപ്പിഡെർമൽ സെൽസ് ആണ്. ഈ എപ്പിഡെർമൽ സെൽസിൽ ചില ഭാഗത്തിൽ ഇതുപോലെ എന്ത് കാണാൻ പറ്റും? മൾട്ടി സെല്ലുലാർ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. സോ ഇവിടെ ക്യൂട്ടിക്കലും ഉണ്ടാവും അല്ലെ. സോ ഇങ്ങനെയുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സോ ദിസ് ഈസ് കോൾഡ് ട്രൈക്കോം. എന്തെന്ന് വിളിക്കും? ഇതിനെ ട്രൈക്കോംസ് എന്ന് വിളിക്കും. യെസ്, നെക്സ്റ്റ് വൺ നോക്കാം. Name the type of vascular bundle in the figure. So ഈ ഒരു ഡയഗ്രാം നോക്കിട്ടെ. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിന്ന് ഞാൻ സെന്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു അല്ലെ. സോ ഈ ഡോട്ടിൽ നിന്നും ഞാൻ പെരിഫറൽ റീജിയനിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഒരു റേഡിയസ് വരച്ചു അല്ലെ. ഈ റേഡിയസിൽ എനിക്ക് വെറും സൈലം മാത്രമാണ് കാണാൻ പറ്റിയത്. വേറൊരു റേഡിയസ് വരയ്ക്കുന്നുണ്ട്, അവിടെ എനിക്ക് വെറും ഒരു ഫ്ലോയം മാത്രമാണ് കാണാൻ പറ്റുന്നത്. സോ വാസ്കുലർ ബണ്ടലിലെ സൈലം അല്ലെങ്കിൽ ഫ്ലോയം ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ഒരു വാസ്കുലർ ബണ്ടലിനെ ഞാൻ വിളിക്കുന്ന പേരാണ് റേഡിയൽ വാസ്കുലാർ ബണ്ടൽ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നോക്കാം. All the tissues on the inner side of the endodermis is constitute. So outer epidermis ഉണ്ട്. ഓക്കെ, എപ്പിഡെർമിസ് കഴിഞ്ഞതിന് ശേഷം മൾട്ടി ലെയർ, ഒരുപാട് ലെയർ നമുക്ക് കോർട്ടെക്സ് കാണാൻ പറ്റും. ഓക്കെ, കോർട്ടെക്സിന്റെ ഇന്നർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എൻഡോഡെർമിസ് എന്ന് വിളിക്കുന്നത്. എൻഡോഡെർമിസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുക? ഇതുപോലെ തന്നെ പെരിസൈക്കിൾ കാണാൻ പറ്റും. ഒരുപാട് സെൽസ് പെരിസൈക്കിൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെമി ലൂണാർ പാച്ച് കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? പാരൻകൈമാറ്റസ് സെൽസ് കാണാൻ പറ്റും. ഇതിന് നമ്മൾ മെഡുലറി റേസ് എന്ന് വിളിക്കും. ഇവിടെ എല്ലാം സെൽസ് ആണ് കേട്ടോ, ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. യെസ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൈലമും ഓക്കെ ഇവിടെ ഫ്ലോയമും കാണാൻ പറ്റും. അതിന്റെ നടുവിൽ നമുക്ക് എന്താ
ഇതുപോലെ കേമ്പിയമും കാണാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും സ്ട്രക്ചർ ഉണ്ട്. നടുക്ക് ഇവിടെ നമുക്ക് പാരൻകൈമാറ്റസ് സെൽസ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു റീജിയനിൽ ഒരുപാട് പാരൻകൈമാറ്റസ് സെൽസ് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ പിത്ത് എന്നും വിളിക്കും അല്ലെ. സോ ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ടോട്ടൽ റീജിയനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റീലാർ റീജിയൻ. എന്തെന്ന് വിളിക്കും? സ്റ്റീലാർ റീജിയൻ എന്ന് വിളിക്കും. യെസ്. നെക്സ്റ്റ്, വാട്ട് ആർ ബുള്ളിഫോം സെൽസ്? ബുള്ളിഫോം സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സി ഇൻ മോണോകോട്ട് പ്ലാന്റ്. ഓക്കെ, മോണോകോട്ട് പ്ലാന്റില് നമുക്ക് ഇതുപോലെ അപ്പർ എപ്പിഡെർമിസിൽ കളർലെസ് ആയിട്ടുള്ള ചില സെൽസ് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, ഒരുപാട് സെൽസ് ഉണ്ട്. അതിൽ ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു സെൽസ് കാണാൻ പറ്റും. ഇത് വാട്ടറിന് ഹോൾഡ് ചെയ്ത് വെക്കും. വാട്ടർ ഹോൾഡ് ചെയ്തിട്ട് സോളൻ ആയിരിക്കുന്ന കണ്ടീഷനിൽ ലീഫിനെ കംപ്ലീറ്റ്ലി സൺലൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ വാട്ടർ കുറയുമ്പോൾ പ്ലാന്റിലെ വാട്ടറൊക്കെ കുറഞ്ഞു വരുമ്പോൾ ട്രാൻസ്പിറേഷൻ ആയി പോയി വാട്ടറിൽ വെള്ളം കുറഞ്ഞു തുടങ്ങുമ്പോൾ ബുള്ളിഫോം സെൽസിന്റെ സെൽസ് എന്താവും? ഇങ്ങനെ ഫ്ലാസിഡ് ആവും അല്ലെ. അങ്ങനെ ഫ്ലാസിഡ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ലീഫ് ഇങ്ങനെ ചുരുങ്ങി വരും. ഓക്കെ, മടങ്ങി ചുരുങ്ങിയിട്ട് ഇങ്ങനെ വരും. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ബുള്ളിഫോം സെൽസ്. Yes. Okay, so next question. The ground tissue of leaf is called. Ground tissue of leaf നെ നമ്മൾ എന്തെന്ന് വിളിക്കും? Yes. ഗ്രൗണ്ട് ടിഷ്യൂവിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മീസോഫിൽ. ഗാർഡ് സെൽസും സബ്സിഡറി സെൽസും എപ്പിഡെർമിസും. സോ ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റൊമാറ്റോയിലാണ്. ഇതും എപ്പിഡെർമിസ് എന്ന് പറയുന്നതും നമുക്ക് ഈ മൂന്ന് സ്ട്രക്ചറും ഗ്രൗണ്ട് ടിഷ്യൂസ് അല്ല, ഇത് മൂന്നും എപ്പിഡെർമൽ സെൽസ് ആണ് അല്ലെ. ഔട്ടർ മോസ്റ്റ് ലെയറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെൽസ് ആണ്. ഓക്കെ, സോ ഈ ഒരു മീസോഫിൽസ് മാത്രമാണ് ഗ്രൗണ്ട് ടിഷ്യൂസിൽ കാണാൻ പറ്റുക. ഓക്കെ, യെസ്. അടുത്തത്, വാസ്കുലർ ബണ്ടിൽസ് വിച്ച് ഹാവ് കേമ്പിയം ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം ഈസ് കോൾഡ്. സോ സൈലമും ഫ്ലോയമിന്റെ നടുവിൽ, ഓക്കെ, സൈലമും ഫ്ലോയമിന്റെ നടുവിൽ നമുക്ക് കേമ്പിയം എന്ന് പറയുന്ന മെരിസ്റ്റമാറ്റിക് സെൽസിനെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഒരു വാസ്കുലർ ബണ്ടലിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്പൺ വാസ്കുലർ ബണ്ടൽ, ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടൽ, റേഡിയൽ വാസ്കുലർ ബണ്ടൽ, പെരിഫറൽ വാസ്കുലർ ബണ്ടൽ. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സോ കേമ്പിയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ഗ്രോത്ത് കാണാൻ പറ്റും. സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓപ്പൺ വാസ്കുലർ ബണ്ടൽ. ഏതാണ്? ഓപ്പൺ വാസ്കുലർ ബണ്ടൽ. യെസ്. സോ നെക്സ്റ്റ് വൺ, കാസ്പേരിയൻ സ്ട്രിപ്സ് ആർ പ്രസന്റ് ഇൻ. കാസ്പേരിയൻ സ്ട്രിപ്സ് എന്ന് പറയുന്നത് ഒരു വാക്സി കോട്ടാണ്. എൻഡോഡെർമിസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്സി കോട്ടാണ്. സോ അത് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? ഡൈക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് ലീഫ്, ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് സ്റ്റെം. ഇതിലേതിലാണ് നമുക്ക് ഈ ഒരു വാക്സി കോട്ടിനെ കാണാൻ പറ്റുക? ദാറ്റ് ഈസ് ഇൻ dicot root. Yes. Okay, next one. Select the stamen which is not applicable to sclerenchyma. Sclerenchyma applicate ആവാത്തത്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരില്ല. ഓക്കെ, സോ ബിക്കോസ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു സിലബസിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടുണ്ട്, ടോപ്പിക്സിനൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. സോ സിമ്പിൾ ടിഷ്യൂസിലെ ഏതും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരില്ല. നെക്സ്റ്റ് വൺ നോക്കാം. Analyze the given statement and correct the false statement with respect to the underlined word. So underlined word നോക്കിയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ അത് ഓപ്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഓപ്റ്റ് അല്ലെങ്കിൽ നമുക്ക് അതിനെ തിരുത്തി എഴുതി കൊടുക്കാം. സോ ഇൻ റൂട്ട് വാസ്കുലർ ടിഷ്യൂസ് ആർ കൺജോയിന്റ്. ആക്ച്വലി കൺജോയിന്റ് ആണോ? റൂട്ടിൽ നമുക്ക് കൺജോയിന്റ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടലാണോ കാണാൻ പറ്റുക? സി, ഇത് സ്റ്റീലാർ റീജിയൻ എങ്കിൽ ഇവിടെ സൈലം ഉണ്ടാവും, ഇവിടെ ഫ്ലോയം ഉണ്ടാവും. അഗൈൻ സൈലം ഫ്ലോയം ഇങ്ങനെയാണ് കാണാൻ പറ്റുക അല്ലെ. സോ ഇത് കൺജോയിന്റ് ആണോ? കൺജോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതുപോലെ ഒരു സ്റ്റീലാർ റീജിയൻ ഉണ്ടെങ്കിൽ സോ സൈലം ഫ്ലോയം അല്ലെ, സൈലം ഫ്ലോയം. അതായത് ഒരു റേഡിയസിൽ തന്നെ രണ്ടും കാണാൻ പറ്റണം. പക്ഷെ ഇവിടെ ഒരു റേഡിയസിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലെ. സോ ഇങ്ങനെയുള്ള വാസ്കുലർ ബണ്ടൽ ആണ് ആക്ച്വലി റൂട്ടിൽ കാണാൻ പറ്റുക. സോ ദിസ് ഈസ് കോൾഡ് റേഡിയൽ വാസ്കുലർ ബണ്ടൽ. ഇൻ റൂട്ട് വാസ്കുലർ ബണ്ടൽസ് ആർ റേഡിയൽ. ഓക്കെ, റേഡിയൽ. യെസ്. നെക്സ്റ്റ് വൺ, several ribosome attached to a single mRNA and form a chain. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സോ ഒരു mRNA മുകളിൽ ഒരുപാട് റൈബോസോം വന്ന് അറ്റാച്ച് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്രോകാരിയോട്ടിക് സെൽസിലാണ് കാണാൻ പറ്റുക. യൂകാരിയോട്ടിക്കിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ എന്തെന്ന് വിളിക്കും? സി, ഒരു mRNA മുകളിൽ മെനി റൈബോസോംസ് അല്ലെ. സോ മെനിക്ക് ഇനിയൊരു പേരെന്താണ്? മൾട്ടി അല്ലെ. ഇനിയൊരു വേറൊരു പേരും കൂടെ ഉണ്ടല്ലോ, പോലി അല്ലെ. സോ പോലി എന്താണ്? ഒരുപാടുള്ളത് റൈബോസോംസ്. പോലി റൈബോസോംസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പോളിസോംസ് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്. അടുത്തത്, ഹൂ ഡിസ്കവേർഡ് ഗോൾഗി അപ്പറേറ്റസ്? ആരാണ് ഗോൾഗി അപ്പറേറ്റസ്? സോ ഗോൾഗി എന്ന പേര് കിട്ടിയത് അതുകൊണ്ടാണ് അല്ലെ. സോ ഗോൾഗി, എവിടെയാണ് ഗോൾഗി ഉള്ളത്? ജോർജ് പാലഡ്,
റോബർട്ട് ബ്രൗൺ, കെമിലോ ഗോൾഗി, റോബർട്ട് ഹുക്ക്. സോ ദ റൈറ്റ് ആൻസർ ഈസ് കെമിലോ ഗോൾഗി അല്ലെ. ജോർജ് പാലഡ് റൈബോസോമിനെയാണ് ഡിസ്കവർ ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് അല്ലെ, അതുപോലെ തന്നെ റോബർട്ട് ഹുക്ക് സെൽ. യെസ്, സോ ദ റൈറ്റ് ആൻസർ ഈസ് കെമിലോ ഗോൾഗി. യെസ്, ഓക്കെ, നെക്സ്റ്റ് വൺ. Choose the correct answer. The organelle known as powerhouse of the cell. Okay, so ribosome, vacuole, mitochondria, chloroplast. സോ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അതായത് പവർ ഹൗസ് എന്ന് നമ്മൾ വിളിക്കാൻ പറ്റുന്ന ആ ഒരു സെല്ല് ഏതാണ്? ദാറ്റ് ഈസ് മൈറ്റോകോൺട്രിയ അല്ലെ. സോ റൈബോസോം പ്രോട്ടീൻ ഫാക്ടറി ആണ്. അതുപോലെ തന്നെ വാക്യൂല് എക്സ്ട്രാ ഉള്ള മെറ്റീരിയൽ നല്ല സ്റ്റോർ ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ATP സിന്തസിസ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് വിളിക്കുക. സോ മൈറ്റോകോൺട്രിയ ഇസ് ദി റൈറ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. Who proposed a fluid mosaic model of plasma membrane? So plasma membrane le fluid mosaic model എന്ന് പറയുന്ന മോഡലിനെ പ്രപ്പോസ് ചെയ്ത ആൾ ആരാണ്? സോ കെമിലോ ഗോൾഗി ആണോ? നോ അല്ലെ, ഗോൾഗി അപ്പറേറ്റസിനാണ് അവർ ഡിസ്കവർ ചെയ്തത്. സ്ക്ലീഡൻ ആൻഡ് സ്വാൻ ആണോ? അല്ല, ഇവര് സെൽ തിയറി ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ സിംഗർ ആൻഡ് നിക്കോൾസൺ ആണോ? യെസ്. സോ ദീസ് ആർ ദി ടു പീപ്പിൾ ഹു ഡിസ്കവേർഡ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. അതായത് ലിപ്പിഡ് ബൈലെയറിന്റെ ഉള്ളിൽ ഈ ഒരു പ്രോട്ടീൻസ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞ ആൾക്കാർ ആരാണ്? സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. ഓക്കെ, യെസ്, നെക്സ്റ്റ് വന്ന് നോക്കാം. A structure seen in bacterial cell is. ഓക്കെ, സോ ബാക്ടീരിയൽ സെല്ലിൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചർ ഏതാണ്? ന്യൂക്ലിയസ് കാണാൻ പറ്റുമോ? നോ. ലൈസോസോം കാണാൻ പറ്റുമോ? നോ. പ്ലാസ്റ്റിഡ് കാണാൻ പറ്റുമോ? നോ. വേറെ എന്താണ് കാണാൻ പറ്റുക? മീസോസോംസ്. മീസോസോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാസ്മ മെംബ്രെയിന്റെ ഇൻഫോൾഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീസോസോംസ്. ഇങ്ങനെ ഇൻഫോൾഡ് ആയിട്ട് ട്യൂബ്യൂൾസ്, വെസിക്കിൾസ്, ലാമലയൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. സോ ദാറ്റ് ഈസ് മീസോസോംസ്. നെക്സ്റ്റ് വൺ നോക്കാം. Fill in the blanks. Vacuole is bound by a single membrane. ഒറ്റ മെംബ്രെയിനുള്ള ഒരു ലെയർ ആണ് വാക്യൂളിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു ലെയറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് സിംഗിൾ മെംബ്രെയിൻ അല്ലെ. ഈ ഒരു മെംബ്രെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോനോപ്ലാസ്റ്റ്. എന്തെന്ന് വിളിക്കും? ടോനോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. യെസ്, ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കാം. ദി നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഫൗണ്ട് ഇൻ ആൾ സെൽസ്. ഓക്കെ, സോ എല്ലാ സെൽസിലും നമുക്ക് കാണാൻ പറ്റുന്ന നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഏതാണ്? മെംബ്രെയിൻ ഇല്ലാത്ത എല്ലാ സെൽസിലും, പ്രോക്യാരിയോട്ടിക്കിലും യൂക്യാരിയോട്ടിക്കിലും രണ്ടിലും കാണാൻ പറ്റുന്ന ആ ഒരു സ്ട്രക്ചർ ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണോ? അല്ല, ഇത് മെംബ്രെയിൻ ബൗണ്ട് ആണ്. ഓക്കെ, സോ ഇതല്ല. സെൻട്രിയോൾ ആണോ? ആക്ച്വലി മെംബ്രെയിൻ ഇല്ല, പക്ഷേ ഇത് പ്ലാന്റ് സെല്ലിൽ കാണാൻ പറ്റില്ല, അനിമൽ സെല്ലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇതല്ല. റൈബോസോം ആണോ? യെസ്, പ്രോക്യാരിയോട്ടിക്കിലും യൂക്യാരിയോട്ടിക്കിലും എല്ലാ സെൽസിലും നമുക്ക് ഈ ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിനെ കാണാൻ പറ്റും. വാക്യൂൾ ആണോ? അല്ല, ടോനോപ്ലാസ്റ്റ് ഉണ്ട് അല്ലെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് റൈബോസോം. യെസ്, ഓക്കെ, നെക്സ്റ്റ് വൺ. Small disc-shaped structure at the surface of the centromere is called. So ഇതൊരു ക്രോമോസോം ആണെങ്കിൽ ഈ ഒരു പ്രൈമറി കൺസ്ട്രക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. ഈ സെൻട്രോമിയറിൽ ഒരു പ്രോട്ടീൻ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ്? ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് കൈനറ്റോകോർ. എന്തെന്ന് വിളിക്കും? കൈനറ്റോകോർ. നെക്സ്റ്റ് വന്ന് നോക്കാം. There are different types of leucoplast in plant cells. So leucoplast different kinds ഉണ്ട് plant cell. Okay, so 3 types ഉണ്ട്. Name the leucoplast that store പ്രോട്ടീനിനെ മാത്രം സ്റ്റോർ ചെയ്യുന്ന ആ ലൂക്കോപ്ലാസ്റ്റിന്റെ പേരെന്താണ്? സോ ഏതൊക്കെയാണുള്ളത്? ഫസ്റ്റ് വൺ ഈസ് അമൈലോപ്ലാസ്റ്റ്, ഇലിയോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ്. ഓക്കെ, സോ ഇലിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലിയോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അമൈലോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അല്യൂറോപ്ലാസ്റ്റ് ആരാണ്? അല്യൂറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യുന്നുള്ളത്? പ്രോട്ടീനിനെ സ്റ്റോർ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് അല്യൂറോപ്ലാസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കാം. ചൂസ് ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഓക്കെ, സോ ഇത് നോക്കിയിട്ട് കറക്റ്റ്ലി മാച്ച്ഡ് പെയറിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യണം.
ടീലോസെൻട്രിക് ക്രോമോസോം മിഡിൽ ഓഫ് ദി സെൻട്രോമിയർ അല്ല, തെറ്റാണ്. ടീലോസെൻട്രിക് എന്ന് പറയുമ്പോൾ അറ്റ് ദി എൻഡ് അല്ലെ. സോ മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ സെൻട്രോമിയർ സ്ലൈറ്റ്ലി അവേ, സോ ദിസ് ഈസ് ഓൾസോ റോങ് അല്ലെ. ആക്രോസെൻട്രിക് എന്ന് പറയുമ്പോൾ centromere close to its end is the right answer. Okay, so C is the right answer. Yes. Okay, next one. In which hydrolysis the membrane bound vesicles are present? So membrane bound vesicles നമുക്ക് കാണാൻ പറ്റുന്ന ഹൈഡ്രോലിസിസ് എന്ന് പറയുന്ന ഹൈഡ്രോലൈസിസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഏതാണ്? ദാറ്റ് ഈസ് ലൈസോസോംസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നോക്കാം. Observe the given relation and fill up the blanks. മിയോസിസ് റിഡക്ഷണൽ ഡിവിഷൻ. മിയോസിസ് എന്ന് പറയുമ്പോൾ ഒരു സെല്ലുള്ളത്, യെസ്, സോ ഇതുപോലെ ഒരു സെൽ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സെല്ലിൽ 4 ക്രോമോസോം ആണെങ്കിൽ ഡോട്ടർ സെൽസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 2 സെൽസ് ആണ്. ഒരു സെല്ല് കൊണ്ട് 4 സെൽസ് ഫോം ആവുന്നുണ്ട്. ആ 4 സെൽസിൽ നമുക്ക് 2 ക്രോമോസോംസ് ആണ് കാണാൻ പറ്റുക. സോ ഇതിന് നമ്മൾ മീസോസോം, അതായത് റിഡക്ഷണൽ ഡിവിഷൻ, ക്രോമോസോം നമ്പർ ഹാഫ് റെഡ്യൂസ് ആയി. അതുപോലെ തന്നെ മൈറ്റോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 ക്രോമോസോം ഉണ്ടെങ്കിൽ 2 സെൽസ് ഫോം ആവുന്നുണ്ട്. ആ 2 സെൽസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 4 ക്രോമോസോം മാത്രമാണ്. അതായത് there is no change in the chromosome number. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? that is called equational division എന്ന് വിളിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ നോക്കാം. Observe the given diagram, identify the stage of meiosis. mitosis. So mitosis ക്രോമോസോംസ് ഒക്കെ സെന്ററിൽ അറേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ, ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ അറേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേജിനെ എന്തെന്ന് വിളിക്കും? മെറ്റാഫേസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? മെറ്റാഫേസ് എന്ന് വിളിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നോക്കാം. DNA synthesis takes place in the dash phase of the cell cycle. So DNA synthesis ഇപ്പോൾ ഇന്റർഫേസ് നോക്കുകയാണെങ്കിൽ ഇന്റർഫേസിന് നമ്മൾ റെസ്റ്റിംഗ് പീരീഡ് എന്ന് പണ്ട് വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ അതിനെ നമ്മൾ നേരത്തെ പ്രിപ്പറേറ്ററി ഫേസ് എന്നൊക്കെ മാറ്റി അല്ലെ. ഈ പ്രിപ്പറേറ്ററി ഫേസിൽ G1, S, G2 എന്ന് പറഞ്ഞ 3 സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. സോ ഇതില് എസ് ഫേസിലാണ്, ഓക്കെ, എസ് ഫേസിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? DNA സിന്തസിസും അതുപോലെ തന്നെ സെൻട്രിയോളർ ഡ്യൂപ്ലിക്കേഷനും കാണാൻ പറ്റുക. ഓക്കെ, എസ് ഫേസ് ഈസ് ദി റൈറ്റ് ആൻസർ. Okay, next one. Exchange of genetic material between the homologous chromosome during Pachytene stage of meiosis 1 is called. So meiosis 1-ലെ മിയോസിസ് 1-ലെ പാക്കറ്റീൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹോമോലോഗസ് ക്രോമോസോമിൽ 2 പേര് അടുത്തടുത്ത് വന്നിട്ട് ഇതിന്റെ ജീനിന് ഇങ്ങോട്ട് മാറ്റും, ഇതിന്റെ ജീനിന് ഇങ്ങോട്ട് മാറ്റും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിക്കോമ്പിനേഷൻ. ഓക്കെ, റിക്കോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ എന്തെന്ന് വിളിക്കും? റിക്കോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കും. യെസ്. നെക്സ്റ്റ് വൺ. The stage at which synapses occur during prophase 1. So synapses എന്ന് പറയുന്ന, അതായത് ഹോമോലോഗസ് ക്രോമോസോം അടുത്തടുത്ത് വരുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. ആ സിനാപ്സിസ് നമുക്ക് കാണാൻ പറ്റുന്ന എപ്പോഴാണ്? ദാറ്റ് ഈസ് സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിൽ. എപ്പോഴാണ്? സൈഗോട്ടീൻ. ഓക്കെ, സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്? ഹോമോലോഗസ് ക്രോമോസോം, അതായത് ക്രോമോസോം നമ്പർ 1ഉം ക്രോമോസോം നമ്പർ 1 പെറ്റർണൽ നിന്നും കിട്ടിയ, അതായത് അച്ഛനിൽ നിന്ന് കിട്ടിയ ക്രോമോസോം നമ്പർ 1ഉം അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് കിട്ടിയ ക്രോമോസോം നമ്പർ 1ഉം രണ്ടും അടുത്തടുത്ത് വരുന്നുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സിനാപ്സിസ് എന്ന് വിളിക്കും. ആ സിനാപ്സിസ് നമുക്ക് കാണാൻ പറ്റുന്നത് സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. യെസ്, നെക്സ്റ്റ് വൺ നോക്കാം. Observe the relationship between the first 2 term and fill up the blanks. Metaphase, spindle fiber attached to kinetochore. Okay, so next dash chromatid move to opposite pole. Chromatid എന്താവുന്നുണ്ട്? നടുക്കുള്ള ആ ഒരു സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. സ്പ്ലിറ്റ് ആയിട്ട് 2 ഓപ്പോസിറ്റ് പോളിലേക്ക് ക്രോമാറ്റിഡ് മൂവ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേജിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അനാഫേസ്. എന്തെന്ന് വിളിക്കും? അനാഫേസ് എന്ന് വിളിക്കും. സോ ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ ഉണ്ടായിട്ട് ഈ ഒരു സ്പിൻഡിൽ ഫൈബർ ഇവിടെ അറ്റാച്ച് ആവുന്നുണ്ട് അല്ലെ. സോ ഇങ്ങനെയുള്ള സ്റ്റേജിന് നമ്മൾ മെറ്റാഫേസ് എന്ന് വിളിക്കും. അടുത്ത സ്റ്റേജിൽ എന്താ സംഭവിക്കുക? ഇതുപോലെ ക്രോമാറ്റിഡ് ഓപ്പോസിറ്റ് പോളിലേക്ക് ഇങ്ങനെ മൂവ് ആവുകയാണ് അല്ലെ. സോ ഈ ഒരു സ്റ്റേജിന് നമ്മൾ അനാഫേസ് എന്ന് വിളിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. The stage between meiosis 1 and meiosis 2 is called. സോ മിയോസിസ് 1നും മിയോസിസ് 2നും നടുവിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ക്വിക്ക് ആയിട്ടുള്ള പ്രിപ്പറേറ്ററി ഫേസ്, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡയാകൈനസിസ് ആണോ? നോ, ഇത് പ്രോഫേസ് 1ൽ കാണാൻ പറ്റുന്നതാണ്. പാക്കറ്റീൻ ആണോ? നോ,
ഡിപ്ലോഡീൻ ആണോ? നോ. ഇതെല്ലാം നമുക്ക് മിയോസിസ് 1 പ്രോഫേസ് 1 കാണാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് അല്ലെ. അപ്പൊ ദ റൈറ്റ് ആൻസർ ഈസ് ഇന്റർകൈനേസ്. ദാറ്റ് ഈസ് ദ ക്വിക്ക് പ്രിപ്പറേറ്ററി ഫേസ് ഫോർ ദി മിയോസിസ് 2. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഗിവ് ദ സയന്റിഫിക് ടേം ഫോർ ദി ഫോളോവിങ്. ഇന്റർചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ. അതിന് നമ്മൾ എന്ത് വിളിക്കും? റീകോമ്പിനേഷൻ എന്ന് വിളിക്കും. സോ ഹോമോലോഗസ് ക്രോമോസോം അടുത്തടുത്തേക്ക് വരും. ഓക്കെ, അടുത്തടുത്തേക്ക് വന്നതിന് ശേഷം ഇത് രണ്ടും ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് 2 ക്രോമോസോം അടുത്തടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയാഡ് എന്ന്. അടുത്തടുത്ത് വന്നതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സിസ്റ്റർ ക്രോമാറ്റിഡിനെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു 4 ക്രോമാറ്റിഡ് അടുത്തടുത്ത് ഉള്ളത് പോലെ കാണാൻ പറ്റും. ഇതിനെ നമ്മൾ ടെട്രാഡ് എന്ന് വിളിക്കും. ടെട്രാഡ് ആയതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ സിനാപ്റ്റിനോമൽ കോംപ്ലക്സിനെ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെ ഫോം ചെയ്തു. ഇവിടെയാണ് ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുന്നത്. സോ ഈ ഒരു സ്റ്റേജിനെ നമ്മൾ പാക്കറ്റിൻ സ്റ്റേജ് എന്ന് വിളിക്കും. ഇവിടെ നടക്കുന്നത് ക്രോസിംഗ് ഓവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് crossing over occur in again, so that is Packettine stage. Okay, Packettine stage ലാണ് നമുക്ക് crossing over അല്ലെങ്കിൽ recombination എന്ന് പറയുന്ന ഒരു പ്രോസസ് കാണാൻ പറ്റുക. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് recombinase enzyme. Okay, recombinase enzyme. അടുത്തത് പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ C3 plants. സോ C3 പ്ലാന്റ്സിൽ ആക്ച്വലി C3 പ്ലാന്റ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർബൺ ഡയോക്സൈഡ് ഒരു മോളിക്യൂളിന്റെ കൂടെ ഏതോ ഒരു മോളിക്യൂളിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് 3 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? PGA എന്ന് പറയുന്ന മോളിക്യൂൾ. ഓക്കെ, സോ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും അല്ലല്ലോ. യെസ്, ഓക്കെ. സോ ഈ ഒരു മോളിക്യൂള് ആക്ച്വലി ഇപ്പോൾ 2 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആയിരുന്നുവെങ്കിൽ, സോ ഇത് 3 കൂടെ, അതായത് ഒരു കാർബൺ ഡയോക്സൈഡിൽ 1 കാർബണും ഇവിടെ 2 കാർബൺ ഉണ്ട്, ടോട്ടലായിട്ട് 3 കാർബൺ ഉള്ള ഈ ഒരു മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതങ്ങനെയല്ല. ആക്ച്വലി കാർബൺ ഡയോക്സൈഡ് ഒരു 5 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂളിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് 3PGA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് 3 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് സയന്റിസ്റ്റ് മനസ്സിലാക്കി. ആരാണത്? മെൽവിൻ കെൽവിൻ. ഓക്കെ, സോ ആ ഒരു സയന്റിസ്റ്റ് മനസ്സിലാക്കി. അപ്പൊ ഈ ഒരു 5 കാർബൺ ആറ്റം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ്. ഏതാണ്? റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ്. ഓക്സാലോ അസിറ്റിക് ആസിഡും ഇതൊക്കെ നമുക്ക് C4 പ്ലാന്റ്സിലാണ് കാണാൻ പറ്റുക. ഓക്കെ, C3 C4. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ, law of limiting factor is proposed by. So law of limiting factor നെ ആരാണ് പ്രപ്പോസ് ചെയ്തത്? ദാറ്റ് ഈസ് ബ്ലാക്ക്മാൻ. ഓക്കെ, സോ ബാക്കിയുള്ള സയന്റിസ്റ്റ് ഒക്കെ വേറെ എക്സ്പെരിമെന്റ് ആണ്, അതായത് ഏർലി എക്സ്പെരിമെന്റ് ആണ് ചെയ്തത്. ബ്ലാക്ക്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തു? ആരൊക്കെയാണ് ഫാക്ടർ, അതായത് ഫോട്ടോസിന്തറ്റിക് റേറ്റിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് ആണോ? യെസ്. ഓക്സിജൻ ആണോ? യെസ്. ടെമ്പറേച്ചർ ആണോ? യെസ്. ക്ലോറോഫിൽ ആണോ? യെസ്. അല്ലെ? സോ ഇതിൽ ആരാണ് ഏറ്റവും കുറവുള്ളത്? ആ ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ റേറ്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓക്സിജൻ, അതായത് കാർബൺ ഡയോക്സൈഡ് വളരെ കുറവാണെങ്കിൽ, ഇപ്പൊ 2 മോളിക്യൂള് കാർബൺ ഡയോക്സൈഡ് ഉള്ളൂന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം എത്ര കൂടുതൽ ഉണ്ടായിട്ടും ഒരു കാര്യവും ഇല്ല. കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ അല്ലേ ബാക്കിയുള്ളതെല്ലാം നടക്കുള്ളൂ, അല്ലെ? അപ്പോൾ ആരാണോ ഏറ്റവും കൂടുതലുള്ളത് അവരാണ് ഫോട്ടോസിന്തറ്റിക്കിന്റെ റേറ്റിനെ ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ദാറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ബ്ലാക്ക്മാൻ. ഓക്കെ, അടുത്ത നോക്കാം. Reaction center of photosynthesis is formed of. Okay, so reaction center എന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസിലെ റിയാക്ഷൻ സെന്ററിൽ, അതായത് ലൈറ്റ് റിയാക്ഷനിൽ ആരെയാണ്? സാന്തോഫിലിനെ ആണോ, കെറോട്ടിനോയിഡ് ആണോ, ക്ലോറോഫിൽ എ ആണോ, ക്ലോറോഫിൽ ബി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്ന ആളാണ് ബാക്കിയുള്ള എല്ലാ മോളിക്യൂളിൽ നിന്നും ഫോട്ടോനെ ക്യാപ്ചർ ചെയ്തിട്ട് എനർജി ആക്കി മാറ്റിയിട്ട് ഈ ഒരു 2 ഇലക്ട്രോനെ ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ നടുക്ക് നിൽക്കുന്ന ആളുടെ പേരാണ് റിയാക്ഷൻ സെന്റർ. അവരാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ക്ലോറോഫിൽ എ. സോ ക്ലോറോഫിൽ എ ആണ് 2 ഇലക്ട്രോനെ ജമ്പ് ചെയ്യിപ്പിക്കുന്ന ആൾ. So that is reaction center. Next one.
The site of dark reaction in photosynthesis is a part of chloroplast. So chloroplastile ഒരു part ആണ് dark reaction. So ആ dark reaction നടക്കുന്നത് എവിടെയാണ്? That is stroma. എവിടെയാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുക? സ്ട്രോമ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെക്കുമ്പോൾ 2 ലെയർ കാണാൻ പറ്റും. സോ ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രാന എന്ന് വിളിക്കും. ഈ ഗ്രാനന്റെ നടുവിലുള്ള ഒരു കണക്ഷൻസ് ഉണ്ട്, അതിന് നമ്മൾ സ്ട്രോമ ലാമെല എന്ന് വിളിക്കും. സോ ഈ ഒരു സ്ട്രോമ ലാമെലയിലും ഗ്രാനയിലുമാണ് നമുക്ക് ലൈറ്റ് റിയാക്ഷൻ കാണാൻ പറ്റുക. ഇവിടെയുള്ള ലിക്വിഡ് കണ്ടന്റിന്റെ ഉള്ളിലാണ് നമുക്ക് ഡാർക്ക് റിയാക്ഷൻ നടക്കുക. സോ ഡാർക്ക് ലിക്വിഡ് കണ്ടന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. Okay, yes. Name the enzyme present in plants which show carboxylation and oxygenation activity. So ഒരു enzyme ഉണ്ട്. Okay, C3 പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. C3, C4 എല്ലാത്തിലും കാണാൻ പറ്റുന്ന ഒരു എൻസൈം ആണ്. സോ ഈ ഒരു എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? കാർബോക്സിലേഷനും ചെയ്യുന്നുണ്ട്, ഓക്സിജനേഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ബേസ്ഡ് ഓൺ ദി കണ്ടീഷൻ. ആ പ്ലാന്റിന്റെ കണ്ടീഷൻ എന്താണോ അതിന്റെ ബേസിസിൽ ഈ ഒരു റിയാക്ഷൻ നടക്കും. ഓക്കെ, സോ ഏതാണ് ആ ഒരു എൻസൈം? സോ ദാറ്റ് ഈസ് കോൾഡ് റൂബിസ്കോ. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? റൂബിസ്കോ എന്ന് വിളിക്കും. യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Observe the first pair and fill up the blanks. Dark reaction സ്ട്രോമയിലാണ് നടക്കുക. ലൈറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുക? ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ഗ്രാന. എവിടെയാണ്? ഗ്രാന. ഗ്രാന അല്ലെങ്കിൽ നമുക്ക് താലക്കോയിഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ താലക്കോയിഡ്. ഓക്കെ, സോ ഒരു ഗ്രൂപ്പ് ഓഫ് താലക്കോയിഡിനെയാണ് നമ്മൾ ഗ്രാന എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഗ്രാന എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, താലക്കോയിഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. യെസ്. Name the special type of anatomy present in C4 plants. C4 പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന അനാറ്റമിന്. ഓക്കെ, സോ ഇതിൽ നമുക്ക് C4 പ്ലാന്റ്സിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ്കുലർ ബണ്ടലിന് ചുറ്റും നമുക്ക് ഒരു റീത്ത് പോലെ അറേഞ്ച് ആയിരിക്കുന്ന, ഓക്കെ, റീത്ത് പോലെ നമ്മൾ മരിച്ച വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ബൊക്കയില്ല, റൗണ്ടിലുള്ള ഒരു ബൊക്കെ. സോ ആ ഒരു റീത്തിനെ പോലെ കാണാൻ പറ്റും. റീത്തിന്റെ ഇനിയൊരു പേരാണ് ക്രാൻസ്. സോ ക്രാൻസ് അനാറ്റമി എന്ന് വിളിക്കും. സോ എന്തെന്ന് വിളിക്കും? ക്രാൻസ് അനാറ്റമി എന്ന് വിളിക്കും. അടുത്തത്, choose the correct answer from the bracket. First stable product of carbon dioxide fixation in C4 plant is. So C4 പ്ലാന്റിൽ കാണാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റുബിസ്കോയും അതുപോലെ തന്നെ PGAയും ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് C3യിലാണ്. ഇത് രണ്ടിനും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഓക്സാലോഅസറ്റിക് ആസിഡും PEP ആണ്. സോ PEP എന്ന് പറയുന്നത് റിയാക്ടന്റ് ആണ്. അതുപോലെ തന്നെ ഓക്സാലോഅസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്, സോ ദിസ് ഇസ് റിയാക്ടന്റ്, ഇത് പ്രോഡക്റ്റും ആണ്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? Choose the correct answer from the bracket. Suitable product. So product ആണ് ചോദിച്ചിരിക്കുന്നത്. So that is oxaloacetic acid. മക്കളെ, വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. സോ ഇന്നത്തെ സെഷൻ എന്തായിരുന്നോ, ഏത് കോൺസെപ്റ്റ് ആയിരുന്നോ അതിൻ്റെ ബേസിസിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും, വീക്ക് വിസിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിനെ മെൻഷൻ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം അങ്ങ് പൊളിക്കുക. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും വെരി ഓൾ ദ ബെസ്റ്റ്. സോ നന്നായിട്ട് എക്സാം എഴുതുക. ആൻഡ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് PDF പോലെ കിട്ടും. സോ PDFന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് പോയാൽ മതി അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കാണും. ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് വെറി, ഡയറക്റ്റ് ആയിട്ട് ടെലഗ്രാം ആപ്പിൽ പോയിട്ട് വേദാന്തു മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട്സിന്റെ PDF-ഉം അതുപോലെ തന്നെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs-ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തരും. സോ അത് കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.